വായിച്ചാലും. ഉൽപ്പത്തി പുസ്തകം 27. അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു. അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എൻ്റെ മകന്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെന്ന് കർത്താവേ, ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, അടികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ മേൽ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കണം ജ്ഞാനവും പരിജ്ഞാനത്തിലും അഭിഷേകത്താൽ നിറയ്ക്കുമ്പോഴത്തെ രക്തത്താൽ കൈ ശുദ്ധീകരിച്ച് കൃപയാൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിക്കുന്നു, സ്പർശിച്ച് മാറ്റുകയാണ്. ശബ്ദം വെളിച്ചം എല്ലാം അങ്ങ് നിയന്ത്രിക്കണം കർത്താവേ. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സകല ക്യാമറ എല്ലാം അവിടുത്തെ കരയിൽ സമർപ്പിക്കുകയാണ്. ദൈവമക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. യാത്രയിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരുവാൻ കഴിയാതെ ആരെങ്കിലും ഭവനത്തിലായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, രോഗികളായി ആശുപത്രിയിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവ സൗഖ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ലൈവായിട്ട് ആരെങ്കിലും ഇന്ന് പ്രസംഗം കേൾക്കുന്ന സകലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. മന്ന ടി വിയിലൂടെയും മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കേൾക്കുന്ന സകലവർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹമായി തീരുവാ. ഇത് കേൾക്കുന്നവർക്ക് വലിയൊരു വിടുതലാവട്ടെ. ഇന്ന് വന്നവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായ അടുത്ത വഴികൾ, അടുത്ത് പോകുവാൻ അടുത്ത തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിലേക്ക് തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങളും പൂർണ്ണമായി മാറുവാൻ സ്വർഗം സഹായിക്കണമേ. എല്ലാ തടസ്സങ്ങളും ഞാൻ ശാസിച്ച് സ്പർശിച്ച് മാറ്റുകയാണ്. ദൈവ അത്ഭുതം ചെയ്തതിനകത്ത് അപ്പാ ഇന്ന് വന്നിരിക്കുന്ന സകലരുടെ മേൽ രോഗികളായിട്ട് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ പോകുന്നു. നീ വേദനയോടാണ് ഇതിനകത്ത് കേൾക്കുന്നത്, ഇതിൻ്റെ വേദനകളെ ദൈവം എടുത്ത് മാറ്റുന്നു. മുറിവുകളുടെ മേലുള്ളവർക്ക് മുറിവുകളെ ദൈവം എടുത്ത് സൗഖ്യമാകുന്നു. മുറിവുകൾ ഉണങ്ങുന്നുണ്ട്. നിങ്ങൾ വേദനയോടെ എല്ലാ ഭാരങ്ങളുമായി ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. യേശു നിങ്ങളെ സഹായിക്കുന്നുണ്ട്, യേശു നിങ്ങളെ സഹായിക്കുന്നുണ്ട്, യേശു നിങ്ങളെ സഹായിക്കുന്നുണ്ട്. റബന ശംദല പൗഡ കരം അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിങ്ങളെ സഹായിക്കുന്നു, സഹായിക്കുന്നു സൗഖ്യദായകനായി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹത്തിലേക്ക് മാറട്ടെ. എല്ലാ ക്ഷീണങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇത് വചനം തന്റെ മക്കൾക്ക് വലിയൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷനായിരുന്നു യേശു അങ്ങ് ചെയ്തെടുക്കണം. അവിടെ താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തന്നെ. ആമേൻ, ആമേൻ. ഇവിടെ യാക്കോബ് അപ്പനെ ഇസ്ഹാക്കിനെ ചുംബിച്ചിട്ട് അവൻ തൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തറിഞ്ഞ് അനുഗ്രഹിക്കുന്ന വാക്യമാണ്. അനുഗ്രഹത്തിലേക്ക് നിൽക്കുന്നൊരു ഭാഗമാണ് 27 ആമേ. അപ്പൻ മകനെ അനുഗ്രഹിക്കുന്നു. ഒരു മകനെ അപ്പൻ അനുഗ്രഹിച്ചാൽ അങ്ങനെയായിരിക്കണം. രണ്ട് കൈയും അപ്പൻ എടുത്ത് മകൻ അനുഗ്രഹത്തിലേക്ക് നിൽക്കണമെങ്കിൽ ആമേ അപ്പൻ്റെ അനുഗ്രഹം മക്കൾക്ക് ആവശ്യമാണ്. മറക്കരുത്, അപ്പൻ്റെ അനുഗ്രഹം വേണം, അമ്മയുടെ അനുഗ്രഹം വേണം. അപ്പൻ്റെ അനുഗ്രഹം മാത്രം പോരാ, അമ്മയുടെ അനുഗ്രഹവും വേണം. അനുഗ്രഹങ്ങൾ കളയരുത്. നമ്മുടെ അനുഗ്രഹം എന്താണ്? അപ്പൻ അനുഗ്രഹിച്ചത് ഇതാ പറയുന്നു, ഇതാ എൻ്റെ മകൻ്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നു. വയലിലെ വാസന പോലെയും ദൈവം ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും അനവധി ധ്യാനവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും ആകാശത്തെ സകല അനുഗ്രഹങ്ങളും എൻ്റെ മകന് ദൈവം തരുമാറാകട്ടെ. അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കട്ടെ. നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെടട്ടെ. നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അനുഗ്രഹം തന്നെയാണ്. ആമേ, ഹല്ലേലൂയ. അപ്പൻ്റെ അനുഗ്രഹം, എൻ്റെ മകൻ നന്നായിരിക്കണം, അവൻ പോകുന്നിടത്ത് അനുഗ്രഹം ഉണ്ടായിരിക്കണം, ദൈവം കൂടെ ഇരിക്കണം. ആമേ, ഹല്ലേലൂയ. നിന്നെ സകലവരും സേവിക്കണം. നീ പ്രഭുവായിരിക്കണം, നീ ദേശത്തിൻ്റെ പ്രഭുവായിരിക്കണം. നിൻ്റെ സഹോദരങ്ങൾക്ക് എന്തായിരിക്കണം? നിൻ്റെ സഹോദരങ്ങൾക്ക് നീ പ്രഭുവായിരിക്കണം. നിൻ്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. ദൈവ സകലത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ, സകല അനുഗ്രഹങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയുന്നു, നിന്നെ അനുഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ ചിലർക്ക് ശപിക്കാൻ തോന്നും, അസൂയ കാരണം അറിയാം. അപ്പൻ ഇസ്ഹാക്കിനെ അറിയാം,
എൻ്റെ മകൻ അനുഗ്രഹം പ്രാപിച്ച് വരുമ്പോൾ ചിലതിനൊക്കെ കണ്ണുകടിയുണ്ട്, ചില അസൂയകളുണ്ട്, കുടുംബത്തിനകത്തുമുണ്ട് പുറത്തുമുണ്ട്. അത് മനസ്സിലാക്കിയ അപ്പൻ ഇസ്ഹാക്ക് പറയാ, എൻ്റെ മകനെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനാവും. നിങ്ങൾ അനുഗ്രഹം ഉള്ളവനെ ശപിച്ചാൽ ആ വ്യക്തി ശപിക്കപ്പെട്ടവനായി മാറും. അടുത്ത പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ അനുഗ്രഹം ഉള്ളവൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. അനുഗ്രഹം ഉള്ളവൻ്റെ അടുത്ത് നിന്നാൽ, അതാണ് നമ്മൾ അനുഗ്രഹം നമുക്ക് ഉള്ളിടത്ത് നിൽക്കണം. അനുഗ്രഹം കിട്ടുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ശപിക്കപ്പെടുന്നവരായിട്ട് നമുക്കൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം ഉള്ളിടത്ത് എന്തുണ്ട്? ചില ശാപങ്ങൾ വരും, ചിലർക്ക് അസൂയ വരും, കണ്ണുകടി വരും, അതൊക്കെ വരും. അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ദൈവമക്കളൊരു അനുഗ്രഹം വരുമ്പോൾ, നിങ്ങളുടെ നന്മകളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നും, ചിലർ പ്രാകും, ചിലർ മന്ത്രവാദം അത് ഇതൊക്കെ ചെയ്യും. ഒന്നും ഫലിക്കത്തില്ല. ഒരു നന്മയൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയും, അത് പറ ഇത് പറ, ഇതൊക്കെ എല്ലാം പോവും. എല്ലാവരും പറയുമല്ലേ, ഇതൊക്കെ നഷ്ടപ്പെടും. പറയുന്നടുത്തല്ല, പ്രവർത്തിക്കുന്നിടത്താണ് എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള തലമുറകൾക്കൊരു അനുഗ്രഹം വരുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹം വരുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ളവർ അതിനുമേൽ അസൂയപ്പെട്ട് കഴിഞ്ഞാൽ ആ അസൂയകൾ എന്താണ്? അത് അവർക്കേ സംഭവിക്കത്തുള്ളൂ. ശപിക്കുന്നവരെ ശപിക്കുവാൻ ആരുണ്ട്? സ്വർഗത്തിലുണ്ട്. അതാ പറഞ്ഞത്, നീ ഭൂമിയിൽ അഴിക്കപ്പെടുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ആമേ, ഭൂമിയിൽ കെട്ടപ്പെടുന്ന അബ്രഹാമിനോട് പറഞ്ഞു വാഗ്ദത്തം ദൈവം കൊടുത്ത്, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആമേ, നീ ഭൂമിയിൽ കെട്ടപ്പെട്ടാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. ആമേ, ഭൂമിയിൽ അഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലും അഴിക്കപ്പെടും. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നവരായിരിക്കണം. ആമേ, ആര് ശപിക്കുന്നവരാവരുത്. ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന, ചാനലിലൂടെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെന്തു പറഞ്ഞാലും അവരെ മുഖത്ത് നോക്കിയോ. ഇപ്പം മുഖത്ത് നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും കുനിഞ്ഞിരുന്നുകൊണ്ട് രണ്ട് പുറത്ത് ശപിക്കരുത്. ഇത് നിന്റെ തലയിൽ വന്ന് വീഴും. നിങ്ങൾ ആര് എന്തു പറഞ്ഞാലും മുഖത്ത് നോക്കി കാറ് തുപ്പിയാലും എൻ്റെ കർത്താവ് തുടച്ച് മാറ്റില്ല. സ്തോത്രം പറഞ്ഞ് തുടച്ച് മാറ്റണം. അതിനകത്ത് വചനം വേണം. നിന്റെ മുഖത്തല്ല തുപ്പിയത്. എൻ്റെ മുഖത്ത് കാറ് തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മുഖത്തല്ല തുപ്പിയത്, എൻ്റെ കർത്താവിൻ്റെ മുഖത്താണെന്ന് ഞാൻ വിളിച്ചു പറയും. ആ ഒരു ആത്മഭാരം നിങ്ങൾക്ക് എല്ലാവരുടെ മേൽ വേണം. നമ്മൾ ആരെയും പ്രതികരിക്കാൻ പോണ്ട, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കണ്ട. യാക്കോബേ, നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിനക്ക് ശത്രുത്വം കൂടും. നിന്റെ അനുഗ്രഹത്തിനെതിരായിട്ട് എതിരുണ്ടാവും. നന്മകളെ പ്രാപിക്കുമ്പോൾ നിനക്കെതിരായിട്ട് ശത്രു തീരും. നീ തിരിച്ചൊന്നും പ്രതികരിക്കണ്ട. ആമേ, ഹല്ലേലൂയ. അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂമ്പാരം തലയിലേക്ക് വന്ന് വീഴുന്ന മകൻ്റെ മേൽ വരുന്ന അനുഗ്രഹമാണ് ഒരപ്പൻ്റെ അനുഗ്രഹം. സ്വർഗത്തിൻ്റെ അപ്പൻ്റെ അനുഗ്രഹം നിന്റെ തലമേൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ഒരുവൻ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഇരുന്ന് കൂത്തിയിരുന്ന് പ്രാപിയാലും ഒന്നും സംഭവിക്കത്തില്ല. അവനൊരു ചുക്ക് സംഭവിക്കാൻ പോണില്ല. കാര്യം എന്താണ്? അപ്പൻ്റെ അനുഗ്രഹം അവൻ്റെ നെറുകയിൽ കിടക്കുകയാണ്. ചില പറയോ, പാസ്റ്ററേ, അയ്യോ ഇവരെന്നെ കുത്തിയിരുന്ന് പ്രാവണ്, അവിടെ ഇവിടെ ചെയ്യണ്, വെളിയിറങ്ങുമ്പോൾ അത് കാണുന്നുണ്ട്, എഴിച്ചു നോക്കുമ്പോൾ കോഴി പറന്ന്, ചുട്ട കോഴി പറന്ന് പോണ്, അതൊക്കെ ഒന്നും ഇങ്ങനെയൊക്കെ പറയും. അത് കണ്ട് ഇത് കണ്ട് ഒന്നും പേടിക്കരുത്. അപ്പൻ്റെ അനുഗ്രഹം കിടക്കുക. നിന്റെ നെറുകയിൽ കിടക്കുന്ന അപ്പൻ്റെ അനുഗ്രഹം പറയണം. ആമേ, ഹല്ലേലൂയ. നീ ചെയ്യേണ്ടതൊക്കെ ആമേ, ഹല്ലേലൂയ ചെയ്ത്. എനിക്കൊരു വിഷയമൊന്നുമില്ല, ഹല്ലേലൂയ. മറ്റുള്ള എന്ത് ശപിച്ചാലും മുഖത്ത് നോക്കി പറഞ്ഞാലും ഒന്നും ഫലിക്കത്തില്ല. കാര്യം എന്താണ്? അപ്പൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടെങ്കിൽ നീ കിടുകിടാ വിറയ്ക്കരുത്. കൊള്ളാം, ബെസ്റ്റ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. അപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളെങ്കിൽ ആദ്യം ആത്മഭാരം വേണം. മുഖത്ത് നോക്കി പറയാണ്, എടാ നീ ഒരു കാലത്തും നന്നാവൂല. കർത്താവ് പറഞ്ഞു, നീ എല്ലാ കാലത്തും നന്നാവും. അടുത്തൊരാൾ പറയുന്നു, നീ ഒരു കാലത്തും നന്നാവൂല. പറയുന്നവർ വീണുകൊണ്ടിരിക്കുകയാണ്. പറയുന്നവർ വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തോ നിങ്ങളുടെ തലമുറകളെ ഓർത്തോ ആരെങ്കിലും ശപിക്കുന്നുണ്ടെങ്കിലോ പ്രാവുന്നുണ്ടെങ്കിലോ നിങ്ങളെ ബന്ധുക്കൾ അത് പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടൊന്നിനും പോണ്ട.
അതിൻ്റെ പേര് വരെ ശത്രുത്വം എടുത്തിരിക്കേ വേണ്ട, ചിരിച്ചുകൊണ്ട് നിൽക്കണം. നിങ്ങളെ ബന്ധുക്കൾ ചേർച്ചക്കാർ ആ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചും കൊണ്ട് ഒരു സ്തോത്രത്തോടെ പോകുക. അനുഗ്രഹത്തിൻ്റെ അപ്പൻ്റെ കരം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അവരുമായിട്ട് പിണങ്ങരുത്, അവരുമായിട്ട് ശത്രുത്വം ഉണ്ടാകരുത്. കാരണം നീ ഭൂമിയിൽ കെട്ടപ്പെടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും. അപ്പൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടോ, ധൈര്യമായിട്ട് എനിക്ക് യാത്ര ചെയ്യാം. അപ്പൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടോ, ധൈര്യമായിട്ട് എനിക്ക് യാത്ര പുറപ്പെടാം. നിനക്ക് അപ്പൻ്റെ അനുഗ്രഹമുണ്ടോ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൻ്റെ അനുഗ്രഹമുണ്ടോ, നിനക്ക് ധൈര്യമായിട്ട് സകലത്തെ പിടിച്ചെടുക്കാം. അപ്പൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടോ, സകലത്തെ പ്രാപിക്കാൻ പറ്റും. അപ്പൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടോ, ധൈര്യമായിട്ടിരിക്കുക. അപ്പൻ്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടോ, സകല നന്മ നിന്റെ വരും. ആമേ. സകല നാല് ചുറ്റും ശത്രു എതിരായാലും നമ്മൾ ഭയപ്പെടല്. കാര്യം എന്താണ്? ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ധൈര്യം എന്ന് പിടിച്ചെടുക്ക്. അനുഗ്രഹത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വന്നിരിക്കുന്നവരെ, ഇന്ന് അനുഗ്രഹത്തിലേക്ക് വന്നവരെ, നിങ്ങൾ പറ, എൻ്റെ കൂടെ ഒരു കർത്താവിൻ്റെ അനുഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ച ആ അനുഗ്രഹത്തിലേക്ക് ആരും പറഞ്ഞാൽ ഇറങ്ങി പോകുന്നതല്ല അനുഗ്രഹം. ആരെങ്കിലും പറഞ്ഞാൽ അത് തീരുന്നതല്ല അനുഗ്രഹം. ദൈവം ഒരുവൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ, അത് ദൈവത്തിന് മാത്രമേ താഴ്ത്താൻ പറ്റത്തുള്ളൂ. ഓ റിബന ശംദല ബൗഡവരാജപദീനാരകരെ വൈഡവരന്തല ബൗഡവരാജപദീനാരകരെ. ഓ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ്, 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 ദൈവമാണ്. അനുഗ്രഹം പ്രാപിച്ചെടുത്തോ. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിട്, ആരാധിച്ച് പ്രാപിച്ചിട്, സ്തുതിച്ച് പ്രാപിച്ചിട്. ഈ അനുഗ്രഹം എനിക്ക് വേണോ, ഇന്ന് എനിക്ക് ഈ അനുഗ്രഹം വേണോ, അപ്പൻ്റെ അനുഗ്രഹം എനിക്ക് വേണോ, അപ്പൻ്റെ വിടുതൽ എനിക്ക് വേണോ, ഇന്ന് വേണോ അപ്പച്ച, വേണം വേണോ എന്ന് ആത്മഭാരത്തോടെ പിടിച്ചെടുക്കുന്നവർക്കായി സ്തോത്രം. അത് പ്രാപിക്കുന്നവർക്കായി സ്തോത്രം. ആ അനുഗ്രഹം എനിക്ക് വേണോ. ആ അനുവചനം അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും ഭയപ്പെടത്തില്ല, പേടിക്കത്തില്ല. അനുഗ്രഹത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ, അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ, വചനങ്ങൾ. അതാ യാത്ര പോകും മുമ്പേ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്ന മകൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാവൂ. യാത്രയ്ക്ക് പോകും മുമ്പേ, ഒരാവശ്യത്തിന് പോകും മുമ്പേ എല്ലാം പ്രാപിക്കേണ്ടത് അപ്പൻ്റെ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കണം. അപ്പൻ സ്വയം അറിഞ്ഞ്, അതാ നിങ്ങൾക്ക് ദൈവം സ്വയം അറിഞ്ഞ് തരുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. 7 ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചതൊക്കെ കിട്ടുന്നതൊക്കെ അനുഗ്രഹമായി മാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കണം, നിങ്ങൾ അനുഗ്രഹിക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി മാറണം. ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി മാറണം. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നവരായി മാറാനാണ് ബൈബിൾ പഠിപ്പിക്കുക. അനുഗ്രഹിക്കണം. അടുത്ത് പറയുന്നു, ഇതെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. ഇത്രയും അനുഗ്രഹം പ്രാപിച്ചു. വാഗ്ദത്തങ്ങളെല്ലാം അപ്പം കൊടുത്തു, അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇതെല്ലാം തിരിച്ച് അടുത്ത് 30-ാമത്തെ വാക്യത്തിൽ പറയുക. വായിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസ്ഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവന്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു. നോക്കണം, അപ്പന്റെ അടുത്ത് നിന്നും അനുഗ്രഹം പ്രാപിച്ചിട്ട് ഒരുവൻ പുറപ്പെട്ട് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ അടുത്തയാൾ ദാ വരുന്നു. ഒരാൾ പോകുമ്പോഴേ അടുത്ത ഒരാൾ വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം തെറ്റി ഓടുന്ന വണ്ടി പോലെ. ഹല്ലേലൂയ. ഒരുവൻ നിന്ന് പ്രാപിക്കേണ്ട എല്ലാം പ്രാപിച്ചു. ആമേ. ഹല്ലേലൂയ. അനുഗ്രഹം എല്ലാം പ്രാപിച്ചിട്ട് ആമേ ഇളയവൻ യാക്കോബ് അപ്പൻ്റെ അടുത്ത് നിന്നും യാത്ര പുറപ്പെടുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏശാവ് വേട്ട കഴിഞ്ഞു, അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. 31. അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട്, അവന് രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട് അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട് നീ ആരെന്ന് ചോദിച്ചു. ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു.
അപ്പോൾ ഇസാക്ക് അത്യന്തം ഭ്രമിച്ചു നെടുങ്ങി. ഹല്ലേലൂയ. നെടുങ്ങാൻ കാരണമുണ്ട്. മൂത്തവനോടാണ് പറഞ്ഞത്, നീ വേട്ടയിറച്ചി കൊണ്ടുവരണം, നിന്നെ ഇത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണം. എന്നാൽ യാക്കോബ് ഹല്ലേലൂയ തൻ്റെ അമ്മയിലൂടെ റിബേക്കയിലൂടെ അനുഗ്രഹം അതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ, അതൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞു. പക്ഷേ അത് യാക്കോബ് സൂത്രത്തിൽ കാര്യങ്ങൾ അപ്പൻ നിന്നും പ്രാപിച്ച് അനുഗ്രഹത്തോടെ അപ്പൻ്റെ സന്തോഷത്തോടെ അപ്പൻ എന്ത് ചെയ്തു? വേട്ടിറച്ചിയാക്കി കൊടുത്ത മകൻ്റെ ആ സന്തോഷം തിന്നപ്പോൾ നല്ല ദൈവം അതിനെ രുചികരമാക്കി മാറ്റിയ ദൈവമാണ്. ദൈവകൃപയുണ്ടെങ്കിൽ പലതിനെ രുചികരമാക്കി മാറ്റും. ഹല്ലേലൂയ. പാചകം ചെയ്യുമ്പോൾ സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ കൈക്ക് തന്നെ പോകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എല്ലാവരും മസാലിട്ട് അവസാനം എല്ലാവർക്കും അവസരം കൊടുത്തില്ല. റിബേക്ക തന്നെ കൈകാര്യം ചെയ്തത് കൊണ്ടും ഭയങ്കര അനുഗ്രഹമായി സ്തോത്രത്തോടെ ചെയ്തുകൊണ്ട് ഭയങ്കര ടേസ്റ്റായി മാറിയുണ്ട്. അപ്പം കഴിച്ചപ്പോൾ എന്ത് പറ്റി? വേട്ടയിറച്ചിയായിട്ട് തോന്നി. ആ അനുഗ്രഹം, മൂത്തവൻ്റെ അനുഗ്രഹം ആർക്ക് കൊടുത്തു? ഇളയവന് കൊടുത്തു. അപ്പോൾ പറഞ്ഞത് ആരോടാ പറഞ്ഞത്? മൂത്തവൻ്റെ അടുത്താണ് പറഞ്ഞത്. ഇത് കേട്ടത് ആര് കേട്ടു? രഹസ്യത്തിൽ അമ്മ നിന്ന് രഹസ്യത്തിൽ കേട്ടു. അമ്മ രഹസ്യത്തിൽ കേട്ടിട്ട് ഇളയവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്ടാ. അപ്പൻ രണ്ട് മക്കളാണെങ്കിലും ഹല്ലേലൂയ. എന്നാലും അമ്മയ്ക്ക് ചോദിക്കും, അമ്മയ്ക്ക് എന്നാലും എന്നോടാണോ? ഇല്ല, അത് പറ്റിയ താഴോട്ട് പഠിച്ചിരുന്ന കാരണമുണ്ട്. ആ ഇളയവന് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ താഴോട്ട് പറയുമെന്ന് കാര്യമുണ്ട്. യവനെ മാത്രം അമ്മ എന്തിനു സ്നേഹിക്കാൻ കാര്യമുണ്ട്. കാര്യം എന്തറിയുമോ? അവരൊരു അനുസരണക്കേട് കാണിച്ചു. ഹല്ലേലൂയ. അപ്പന് ഇഷ്ടമില്ലാത്ത അടുത്തൊന്നും ഹല്ലേലൂയ അവിടെ ഒരു സംബന്ധം കൂടിയത് കൊണ്ട് അപ്പന് ദേഷ്യം വന്നു, അമ്മയ്ക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് അവിടുന്ന് മാറ്റി. അനുസരണക്കേട് വന്നതുകൊണ്ട് മൂത്തവൻ അനുസരണക്കേട് കാണിച്ചു. അപ്പന് ഇഷ്ടം നിങ്ങൾ താഴോട്ട് പഠിച്ചു പഠിപ്പിക്കാം. ഹല്ലേലൂയ. ആ ഇഷ്ടക്കേട് വന്നത് കൊണ്ടാണ് അവന് കൊടുക്കാൻ പാടില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഇളയവന് കൊടുക്കണമെന്ന് പറഞ്ഞത്. അമ്മയുടെ ബുദ്ധി മുഖാന്തരം അത് ദൈവ നിയോഗമായിരിക്കാം. ഏത് നിയോഗമായാലും ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. കാര്യങ്ങളൊക്കെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇത് തിരിയണമെങ്കിൽ സമയമായില്ല എന്ന് പറഞ്ഞിട്ടും, കാരണം വീഞ്ഞ് സമയമായിട്ട് യേശു തന്നെ പറഞ്ഞു സമയമായില്ല. പറഞ്ഞ ദൈവം തന്നെ പറഞ്ഞു നിർബന്ധത്താൽ സമയമായി. നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം പറഞ്ഞു ഞാൻ നശിപ്പിക്കത്തില്ല. എല്ലാം ദൈവം പറയും. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. അത് ദൈവമായതുകൊണ്ട്, ദൈവത്തിന് അധികാരമുള്ളത് കൊണ്ട് ദൈവത്തിന് പറയാൻ പറ്റും. മനുഷ്യൻ്റെ മനസ്സിന് മാറ്റം വരുമ്പോൾ ദൈവത്തിന് മനസ്സിന് മാറ്റം വരും. നിങ്ങൾ ചോദിക്കും, എൻ്റെ ദൈവം മാറ്റി പറയുമോ? പറയും. നിൻ്റെ മനസ്സ് മാറുമെങ്കിൽ നീ നന്നാവും, മനസ്സ് മാറിയില്ലെങ്കിൽ നന്നാവൂല. എപ്പോഴും മനസ്സ് മാറി ഈ ഗുണ്ടായിപ്പൊക്കെ നിർത്തി നേരെ ആയി തുടങ്ങുമോ അന്ന് പറയും നിന്നെ രക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. എൻ്റെ ദൈവം അത്രയാണ്. നമ്മുടെ മനസ്സ് മാറി ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നിന്നെ രക്ഷിച്ചു. അനുഗ്രഹിച്ചാൽ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ജ്യേഷ്ഠൻ മൂത്തവൻ വന്നു, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് യഥാർത്ഥ വേട്ടയിറച്ചിയും കൊണ്ടുവന്നവൻ തന്നെ സ്വന്തമായിട്ട് പാചകം ചെയ്തു. ചില വീടുകൾ കണ്ടില്ലേ, എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സമയം തെറ്റി വന്നറിയും നിങ്ങൾ തന്നെ വേവിക്കും. ചില വീടുകളിലൊക്കെ അച്ചായന്മാർക്ക് പണി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും വിശേഷം മരുന്നൊക്കെ പ്രധാനപ്പെട്ട കിട്ടും. രണ്ടും കെട്ട സമയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറയും ഞാനിതാ കിടന്ന് ഉറങ്ങുന്നു, നിങ്ങൾ വേവിക്കുക തിന്നുക എന്തുകൊണ്ടോ ചെയ്തു. കഷ്ടപ്പെട്ട് കാട്ടിപ്പോയി വേട്ടയിറച്ചിയും കൊണ്ടുവന്നിട്ട് ഇതിന് അറേഞ്ച്മെൻ്റ് എല്ലാം ഒരുക്കി പാചകം ചെയ്താരാണ്? അമ്മ സഹായിച്ചില്ല. പക്ഷെ യാക്കോവിന് അമ്മ സഹായിച്ചു. ഇവിടെ ആ മകൻ തന്നെ കഷ്ടപ്പെട്ട് കാട്ടിനകത്ത് പോയി വേട്ടയിറച്ചി തേടി പിടിച്ചു, അങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് സ്വന്തമായിട്ട് പാചകം ചെയ്തു. അപ്പന് പറഞ്ഞ യഥാർത്ഥ ഒറിജിൻ വേട്ടയിറച്ചിയുമായിട്ട് കൊണ്ടുവന്ന സമയത്ത് അപ്പാ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, ഇത് തിന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഇസാക്ക് അത്യന്തം ഭ്രമിച്ചു നടുങ്ങി. കാരണമുണ്ട്. ഒരുവൻ സൂത്രത്തിൽ നിന്റെ അനുഗ്രഹത്തെ സകലത് ഇളയവൻ്റെ മേലിൽ കൊടുത്തു കഴിഞ്ഞു. അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മൂത്തവൻ്റെ മേൽ പകരേണ്ട അനുഗ്രഹം ആരുടെ മേൽ വന്നു? ഇളയവൻ്റെ മേൽ വന്നു. പക്ഷേ ഇതാള് മാറി ചെയ്തെന്ന് ഭൗതികത്തിൽ പറയും, സ്വർഗം അറിയാതെ പറയത്തില്ല. ലോകം പറയും ആള് മാറിയാണല്ലോ ചെയ്തത്.
ദൈവത്തിന് കണക്ക് കൂട്ടൽ തെറ്റിയോ? എൻ്റെ ദൈവത്തിന് കണക്ക് കൂട്ടൽ തെറ്റാറില്ല. ദൈവത്തിന് തെറ്റാറില്ല. മനുഷ്യന് തെറ്റിയാലും ദൈവത്തിന് കണക്ക് കൂട്ടൽ ഒരിക്കലും തെറ്റാറില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എവിടെയാണോ അനുസരണക്കേട് കാണിച്ചത്, രണ്ട് മക്കളിൽ ഒരുവൻ എവിടെ അനുസരണക്കേട് കാണിച്ചു, അപ്പൻ ഇഷ്ടമില്ലാത്ത സംബന്ധം കൂടിയത് അതൊരു അനുസരണക്കേടായിട്ട് സ്വർഗം കണ്ട പറഞ്ഞു, മൂത്തവന്റെ അനുഗ്രഹത്തെ ഇളയവന്റെലേക്ക് പോകുന്നുണ്ട്. പ്രൈസുള്ള കരമടിച്ചു ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ പോരാ 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 ശക്തിയോടെ റബന ശംദല വൗഡവരാജമദീനാരഗരെ. ഹല്ലേലൂയ 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 ആമേൻ 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 ഹല്ലേലൂയ. ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ചു നെടുങ്ങി. എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ എന്ന് നീ വരും മുമ്പേ അപ്പൻ പറയാ, ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹം കൊടുത്തിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റൂല. അവനെ സകലതും കൊടുത്ത് ഞാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനുഗ്രഹിച്ചവൻ, ദൈവത്താൽ അനുഗ്രഹിച്ചവൻ ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരാകണേ, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവം അനുഗ്രഹിച്ചാൽ അത് ഒരിക്കലും മറ്റുള്ളവർ പറയുമ്പോൾ തിരിച്ചെടുക്കാനൊന്നും പറ്റൂല. ആരെങ്കിലും പറയുമ്പോൾ അതെയോ നിന്റെ അനുഗ്രഹം പോട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അനുഗ്രഹിച്ചാൽ അനുഗ്രഹം തന്നെയാണ്. അനുഗ്രഹിച്ചു കഴിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞു. യെശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു. ഇത് കേട്ടപ്പോൾ ഉറക്കെ നിലവിളിച്ചു. മൂത്ത മോൻ്റെ രോക്ഷമായ നിലവിളി. അപ്പാ, ഈ നിലവിളിയുടെ ഇടയിലൂടെ ഒരു വിളി കൂടെ, അപ്പാ. ചിലർ കരയുമ്പോൾ ഒരു വിളിയുണ്ടല്ലോ ഇടയ്ക്ക് വെച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യവും നല്ലപോലെ അറിയാമെന്നുള്ളത് കൊണ്ടും ഞാൻ അങ്ങോട്ട് കൂടുതൽ എടുക്കുന്നില്ല. കരഞ്ഞിട്ട് അപ്പാ എന്ന് വാവിട്ട് വിളിച്ച അനുഭവത്തിലേക്ക് എത്തിയ മൂത്തവൻ്റെ അനുഭവം എന്നെ കൂടെയും പറയാണ്, എന്നെ കൂടെയും അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. അതിന് അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്നു, നിന്റെ അനുഗ്രഹം അവൻ അപകരിച്ചു കളഞ്ഞു. നിന്റെ അനുജൻ ഉപായത്തിൽ വന്നു, ഉപായത്തിൽ സൂത്രത്തിൽ വന്നു അപകരിച്ച്. ഇത് കേൾക്കുന്ന ഇളയത് മൂത്തതുള്ളവർ നോക്കിക്കോളണം. ഇളയവനെ പൊക്കരുത്, പിടിച്ചിട്ട് കൂമ്പിട്ട് കൊടുക്കരുത്. ഉപായത്തിൽ വരാൻ കാരണമുണ്ട്. ദൈവം പറഞ്ഞിട്ടാണ് ചില ഉപായത്തിൽ വന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ. ഇത് വചനം കേൾക്കുമ്പോൾ ഇത് ചാനലിലൂടെയും മന്ന ടി വിയിലൂടെ മീഡിയയിലേക്ക് കേൾക്കാൻ പറഞ്ഞാൽ, കണ്ടോ പാസ്റ്റർ പ്രസംഗിക്കണം, കണ്ടോ ഇളയവൻ വീട്ടിൽ കിടക്കണ്, ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം അടിച്ചുകൊണ്ട് പോണ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിക്കരുത്. ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുമ്പോൾ പറയണം, എനിക്കുള്ള അനുഗ്രഹം എനിക്ക് തരും. എനിക്കുള്ള അനുഗ്രഹം ഈ വചനങ്ങൾ. സഹോദരങ്ങളെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ ഇളയവനായിരിക്കണം. മൂത്തവനായിരുന്നാൽ മാത്രമേ അനുഗ്രഹം കിട്ടുള്ളൂ. മൂത്തവൻ തീരെ തറയാവാൻ പാടില്ല, ഇളയവനും തീരെ തറയാവാൻ പാടില്ല. ഹല്ലേലൂയ. മൂത്തതായിട്ടിരുന്ന മൂത്തിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മൂപ്പിക്കും. ഹല്ലേലൂയ. മൂത്ത എന്ന പദവി തലയിൽ കയറി കഴിഞ്ഞാൽ അതൊരു തലഭാരമായിട്ട് തലക്കനമായിട്ട് നടക്കരുത്. ആമേ ഹല്ലേലൂയ. ചിലർക്ക് ഈ പദവി കിട്ടിയപ്പോൾ ഭയങ്കര തലക്കനമാണ്. ശുദ്ധ മണ്ടത്തരമാണ് വിളിച്ച് പറയണത്. എവിടെയും ചെന്ന് ഈ മൂത്തവരുണ്ടല്ലോ, എവിടെ ഒന്നും അറിവിടാത്ത നല്ലത് പറയണവരുണ്ട് കേട്ടോ, സ്തോത്രം, അവരെ കൂടെ ഉണ്ട്. മണ്ടത്തരം പറയണവരും ഉണ്ട്. ഹല്ലേലൂയ എന്നും പറഞ്ഞിട്ട് എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ മൂത്തവരായിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പക്ഷത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ മൂത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ആദ്യമായി നിങ്ങളാണ് അമ്മയുടെ വയറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടു. നിൻ്റെ അനുഗ്രഹം കളയരുത്. ക്ഷമയും ജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇരിക്കണം എന്നും പറഞ്ഞാൽ ആവശ്യമില്ലാത്തടത്ത് തല കൊണ്ട് വെച്ച് കൊടുക്കരുത്. പിന്നെ അവസാനം എല്ലാം കൂടെ അടിച്ച് ഒതുക്കും. അവിടെ മിണ്ടാതിരുന്ന് മൗനമായിരുന്നു ദൈവം എന്ന് അറിയുക. നമ്മൾ അധികാരം കാണിക്കരുത്. എവിടെയെങ്കിലും വേണ്ട അറിവില്ലാത്ത കാര്യത്തിന് മാറിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അംഗീകാരമാണ്, പദവിയാണ്, സ്ഥാനമാണ്. നഷ്ടപ്പെടുത്തരുത്. നിന്റെ കുടുംബത്തിനകത്ത് മൂത്തയാളൊരു പദവി തന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാത്ത സൂക്ഷിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ഹല്ലേലൂയ. അവർ ആ അംഗീകാരത്തെ, പദവിയെ കളയരുത്. ചിലർ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിലയുണ്ടോ? ഇല്ല. ഇവിടെ കളഞ്ഞു. അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിയവൻ
അവസാനം ഇവിടെ ഇന്നുകൊണ്ട് അനുഗ്രഹത്തിൽ ഉപായത്തിൽ നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തതുകൊണ്ടും അപ്പന് ഇഷ്ടമില്ലാത്ത ചെയ്തതുകൊണ്ടും അത് ദൈവത്തിന് ഇഷ്ടമില്ലാതെ ആയതുകൊണ്ടും ആമേ ഹല്ലേലൂയ യാക്കോബിന്റെ അനുഗ്രഹം യാക്കോബിലേക്ക് വന്നപ്പോൾ യാക്കോബ് ഉപായത്തിൽ സൂത്രത്തിൽ വന്നു. എപ്പോഴും ഹല്ലേലൂയ അത് സൂത്രത്തിൽ വന്ന അപ്പൻ നിന്ന് ജ്യേഷ്ഠന്റെ അനുഗ്രഹത്തെ അപകരിച്ചു പിടിച്ചെടുത്തു. രണ്ടുപേരുള്ള സമയത്ത് ഒരാൾ നല്ലപോലെ പ്രാർത്ഥന, ഒരാൾ പ്രാർത്ഥന ഇല്ല. പ്രാർത്ഥിക്കുന്നു എപ്പോഴും പിടിച്ചെടുക്കും. ആമേ ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെല്ലാവരും ഒരുപോലെ നിൽക്കണം. അനുഗ്രഹത്തിൽ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ ദൈവം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം കൊടുക്കുകയാണ്. മാറ്റി നിർത്തൂല ദൈവങ്ങളെ. ഇളയത് മൂത്തതെല്ലാം ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ ഇളയത് മൂത്തതെല്ലാം ഉണ്ട്. ആമേ ഹല്ലേലൂയ. പക്ഷെ തെങ്ങെല്ലാം ഒന്ന് തന്നെയാണ്. തെങ്ങ് ഒന്നായാലും തെങ്ങിൻ്റെ മണ്ടയിൽ ഇളയത് മൂത്തതും കാണും. അത് ഭൂമിയിലാണ്. പക്ഷെ സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ചിലതിനെ മൂപ്പറിഞ്ഞുകൊണ്ട് ചിലതും ചാടിപ്പോകരുത്, അനുഗ്രഹം കളയരുതെന്ന് മാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ. കാര്യം എന്താണ്? ഞാൻ മൂത്തതുമല്ല ഇളയതുമല്ല, എല്ലാമാണ്. ഇത്രയും മാത്രങ്ങൾ അറിഞ്ഞാൽ മതി. ചിലപ്പോൾ അത് പറയുമ്പോൾ പാസ്റ്റർ ഇതായോണ്ടായിരിക്കും അവരുടെ സൈഡിൽ നിൽക്കണായിരിക്കും. ഇല്ല, ഞാൻ എല്ലാവരുടെ സൈഡിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ എനിക്കൊരു ജ്യേഷ്ഠമുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്, എനിക്കും എൻ്റെ ഇളയതുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇളയത് ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരുപാടുണ്ട്. ഞങ്ങൾ ഒരു അപ്പൻ എത്ര മക്കളാണ്? ഈ കാണുന്ന എല്ലാം ദൈവമക്കളാണ്. ഹല്ലേലൂയ, എല്ലാം ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഉപായത്തിൽ യാക്കോബ് അനുഗ്രഹത്തെ തട്ടിയെടുത്തു, അപകരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ലയോ എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ലയോ അവൻ്റെ പേര്? 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. മൂത്തം പറയാ, 2 പ്രാവശ്യം അവനെ ചതിച്ചു. അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപകരിച്ചു. ഇപ്പോ ഇതാ എൻ്റെ അനുഗ്രഹം അപകരിച്ചു കളഞ്ഞു. 2 പ്രാവശ്യം ചതിക്കാൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് വിശന്ന് വന്ന സമയത്ത്, വിശന്ന് കണ്ണ് കണ്ടുകൂടാതെ വന്ന സമയത്ത് അനുടോനു പായസം, നിനക്ക് ഈ പായസം പയർ പായസം നന്ന് കുടിച്ചാൽ ഈ ജ്യേഷ്ഠാവകാശം, പായസത്തിൻ്റെ പേര് പറഞ്ഞ് ജ്യേഷ്ഠാവകാശം കളഞ്ഞു. ചില ആഹാരത്തിൻ്റെ പേര് പറഞ്ഞ് അനുഗ്രഹം കളയരുത്. ഹല്ലേലൂയ. ജ്യേഷ്ഠന്മാർ കേൾക്കാൻ പറയുക, ഒരു ഗ്ലാസ് പായസത്തിൻ്റെ പേര് പറഞ്ഞ് അറിഞ്ഞു വെച്ചും കൊണ്ട് ജ്യേഷ്ഠാവകാശം നീ എടുത്തോ? ചോദിച്ചു, പായസം തരാം. യാക്കോബ് പായസം വെച്ചപ്പോൾ ജ്യേഷ്ഠ വരികയാണ്. വിശന്ന് കണ്ണുമണ്ണ്, നിന്റെ ജ്യേഷ്ഠ പദവി എനിക്ക് തരുമെങ്കിൽ ഞാൻ നിനക്ക് പായസം തരാമെന്ന് പറഞ്ഞു. നീ അത് എടുത്തോ? പുല്ല് വില പോലെ കണ്ടു, ഒരു വിലയില്ലാതെ കണ്ടു, എടുത്തു കൊടുത്തു. പായസം കുടിച്ചപ്പോഴാണ് കണ്ണ് തുറന്നത്. ഹല്ലേലൂയ. ചിലത് കുടിച്ച് കഴിയുമ്പോഴേ കണ്ണ് തുറക്കുള്ളൂ. വിശപ്പ് മാറാൻ മനസ്സിലായി ഇത് പോയത് വെറും കഷ്ടമായി. ഒന്ന് അറിഞ്ഞു വെച്ചും കൊണ്ട് കൊടുത്തു. 2 അത് അറിയാതെ പോയ അനുഗ്രഹം, അതാ 2 പ്രാവശ്യം അവൻ്റെ അനുഗ്രഹത്തെ അപകരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു. ഇസാക്ക് യെശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവൻ്റെ സഹോദരന്മാർക്കായി ഒക്കെയും അവന് ദാസന്മാരായി ധാന്യവും വീഞ്ഞും കൊടുത്തു. എന്നുവെച്ചാൽ നിന്റെ മേൽ പ്രഭുവാക്കി ദൈവം വെച്ചു. അപ്പൻ പറയാ, നിനക്ക് പ്രഭുവായി, നിനക്ക് അനിയാരും നിനക്ക് പ്രഭുവാക്കി അതിൻ്റെ സഹോദരനൊക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ട മകനെ എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മേൽ അധികാരമൊക്കെ കൊടുത്ത് അതോ പറഞ്ഞു വെച്ചുകൊണ്ടല്ല പറഞ്ഞത്, നിന്റെ സഹോദരങ്ങൾ, യാക്കോബ് അനുഗ്രഹിച്ച വാക്കുണ്ട്, നിന്റെ സഹോദരങ്ങൾ നീ അവർക്ക് പ്രഭുവായിരിക്കട്ടെ എന്നുള്ള അനുഗ്രഹം കൊടുത്തപ്പോൾ ജ്യേഷ്ഠ മറ്റുള്ളവരിലേക്ക് ഈ അനുഗ്രഹം പ്രഭുവായിരിക്കുന്ന സമയത്തും യോസഫിലോട്ട് വരുന്ന സമയത്തും നക്ഷത്രങ്ങളും ഹല്ലേലൂയ എന്താണ് കറ്റകളൊക്കെ തൊടുന്ന സമയത്ത് പറഞ്ഞു, യോസഫ് പറഞ്ഞു, ഞാൻ നിന്റെ പ്രഭുവായിരിക്കുമോ, നീ ഞങ്ങളുടെ രാജാക്കന്മാരായിരിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നത്തിൻ്റെ കാര്യത്തിലോട്ട് പോയി അവിടെ ഒരു അസൂയ കയറി. ദൈവം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വീണ്ടും പറയുകയാണ്, നിന്റെ മേൽ അവർ രാജാവായി പ്രഭുവാക്കി വെച്ചിരിക്കുന്നുണ്ട്. അനുഗ്രഹമെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഞാൻ അനുഗ്രഹമെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ട മകനെ എന്ന് ഉത്തരം പറഞ്ഞു. യെശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ, ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പന്മാരെ കൊണ്ടുവരട്ടെ.
അടുത്ത് എന്നെയും കൂടി അനുഗ്രഹിക്കണമേ. എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണം. അപ്പ എന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പ എന്ന് പൊട്ടിക്കരഞ്ഞു. പൊട്ടി എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന്. ഞാൻ കഷ്ടപ്പെട്ട് കാട്ടിപ്പോയി വേട്ടിറച്ചിയും കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് അതിനെ വെച്ച് റെഡിയാക്കി കൊണ്ടുവന്നു. തിന്നിട്ട് എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്കപ്പ. മോനെ, എൻ്റെ അനുഗ്രഹം എല്ലാം നിന്റെ എല്ലായിടത്തും കൊടുത്തടാ എന്ന് പറഞ്ഞ പോലാണ്. അപ്പ നിനക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ. അപ്പൻ്റെ ഒരു അനുഗ്രഹം മതി സകലത്തിൻ്റെ മേൽ അനുഗ്രഹിക്കുവാൻ. മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ഒരപ്പനായത് കൊണ്ടും ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടും സകലത്തിന്റെ മേൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്നു. ദൈവം ഒരുവന്റെ അനുഗ്രഹം സകലത്തിന്റെ മേൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. നീ എല്ലാം വാരി കോരി കൊടുത്തു. എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഉപായത്തിൽ സൂത്രത്തിൽ എൻ്റെ അനുജൻ കൊണ്ടുപോയി. നിനക്ക് ഇനി ഒന്നുമില്ലേ? അപ്പം ചിന്തിക്കുകയാണ്, ഇനി എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുള്ള അനുഗ്രഹം നോക്കിയാണ്, ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ നോക്കിയാണ് അല്ലേ. അവസാനം നമ്മൾ എവിടെയെങ്കിലും നോക്കും, എവിടെയെങ്കിലും സാമ്പത്തികം നോക്കുന്ന അവസാനം അരിച്ചരിച്ചരിച്ചരിയും കാണിക്കപ്പട്ടിയിലോട്ട് പോകും. സാമ്പത്തികത്തിൽ നമുക്ക് എവിടെയെങ്കിലും നന്മ നോക്കി എന്ന് പറഞ്ഞ പോലെ അനുഗ്രഹം എവിടെ എനിക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ, എനിക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ. അപ്പൻ ഭയങ്കര വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലേക്കായി മകൻ പൊട്ടിക്കരഞ്ഞു. അപ്പൻ്റെ അടുത്ത മകൻ പൊട്ടിക്കരഞ്ഞു. എന്നെ അപ്പാ നിസാക്ക് ഉത്തരമായിട്ട് പൊട്ടിക്കരഞ്ഞ സമയത്ത് എന്നെ അവൻ്റെ അപ്പനായ ഇസാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് വായിച്ചോ. നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ കഴുത്തിൽ നിന്നും കുടഞ്ഞു കളയും. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദോഷിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതി ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. അടുത്ത് പറയുന്നു, നിന്റെ വാള് കൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നീ ചെന്ന് സഹോദരനെ സേവിക്കണം. നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവനെ കഴുത്തിൽ നിന്നും കുടഞ്ഞു കളയും എന്ന് പറഞ്ഞു. അനുഗ്രഹത്തിലേക്ക് ആ അനുഗ്രഹം കൊടുത്തിട്ട് തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം ഈ അനുഗ്രഹം ഇതിനെക്കാട്ടിൽ അനുഗ്രഹം ഒന്നാം സ്ഥാനമായി കൊടുത്തതാണ്. യാക്കോബിനെ അനുഗ്രഹിച്ചു. ആ നിമിത്തം അവനെ ഹൃദയത്തിനകത്ത് നീ എനിക്ക് ഇത്രേ തന്നോളാം, ഇതിനെക്കാട്ടിലും കുറെ നീ കൊടുത്തില്ലേ, അവനെ ദേഷികളെ ശപിക്കുന്നവനൊക്കെ പണി കൊടുത്തില്ലേ, അനുഗ്രഹിക്കുന്നവന് അനുഗ്രഹം കൊടുത്തില്ലേ, ഒരുപാട് അനുഗ്രഹം കൊടുത്തപ്പോൾ എനിക്ക് ചെറിയ അനുഗ്രഹം. എന്നിട്ട് പറഞ്ഞു നീ സഹോദരനെ സേവിക്കും. അതെനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. എല്ലാം പറഞ്ഞ ശരി തന്നെയാണ്. സഹോദരനെ സേവിക്കുമെന്ന് പറഞ്ഞ കാര്യം ഇത്തിരി വിഷമായിപ്പോയി. അപ്പം പറഞ്ഞതാണ്, ഇത് മാത്രമേ നിനക്ക് തരാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ അനുഗ്രഹത്തെ തട്ടിയെടുത്ത ആ ദുഃഖം മനസ്സിൽ യേശാവിനെ ദ്വേഷിച്ച് വന്നിട്ട് അവനെക്കുറിച്ച് ദുഃഖിക്കുന്ന അപ്പനെക്കുറിച്ചും ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും. നോക്കിക്കോളണം, അടുത്ത പറയാണ്, ഞാൻ എൻ്റെ സഹോദരനെ യാക്കോബിനെ കൊല്ലും എന്ന് യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു. എൻ്റെ അനുഗ്രഹത്തെ തട്ടിപ്പറിച്ച് സൂത്രത്തിലെടുത്ത 2 പ്രാവശ്യം. ഇത് മാത്രമല്ല, കഴിഞ്ഞതിന് ഒരു അനുഗ്രഹം തട്ടിയെടുത്തു, 2 അനുഗ്രഹവും നഷ്ടപ്പെടുത്തി. അവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലും എന്ന് ആരുടെ ഹൃദയത്തിൽ പറഞ്ഞു? യേശാവിന്റെ ഹൃദയത്തിലേക്ക് പറഞ്ഞു. മൂത്ത മകനായ യേശാവിന്റെ വാക്ക് റിബേക്ക അമ്മ അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിച്ചു. അനുഗ്രഹം തട്ടിപ്പറിച്ചു, അനുഗ്രഹം നഷ്ടപ്പെടുത്തി.
ഇതിപ്പോ മനസ്സിലുള്ള കാര്യം പറഞ്ഞോടെ പുറൂർക്കയാണ്. ഞാൻ അവനെ കൈ കിട്ടിയ കൊല്ലും, ഞാൻ അവനെ കൈ കിട്ടിയ കൊല്ലും. ചില പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത്, ചില അസ്വസ്ഥതകൾ വരുമ്പോ മനസ്സിലാക്കണം, ചില വൈരാഗ്യങ്ങൾ കുടുംബത്തിനകത്ത് വരുമ്പോ അനുഗ്രഹത്തിലേക്ക് വരും. അനുഗ്രഹം വരുമ്പോ അതിനകത്ത് ശത്രുവും വരുന്നുണ്ട്, മനസ്സിലാക്കണം. അനുഗ്രഹത്തിലേക്ക് വരുമ്പോ ഒരു ശത്രുത്വം കയറി വരുന്നുണ്ട്. അതിനകത്ത് നിന്ന് ശത്രു പറയുന്നു, ഞാൻ നിന്നെ ഒരു മകനെ കൊല്ലും. അമ്മയ്ക്ക് രണ്ടും മകനും ഒന്ന് തന്നെയാണെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നത് ഒരമ്മയോ ഒരപ്പനോ സഹിക്കത്തില്ല. അനുഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് ജീവിതത്തിലേക്ക് വേദനയുടെ നടുവിലേക്ക് അനുഗ്രഹം പ്രാപിച്ചപ്പോഴെല്ലാം കൊള്ളാം. പക്ഷേ ഒരു ശത്രുത്വം അകത്ത് കയറി വന്നു. മൂത്തവന്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, ഞാൻ ഇളയവനെ കൊല്ലും 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 എന്നുള്ള അവനെ കൊല്ലും, തട്ടും. ഇത് അമ്മയുടെ ചെവിയിലേക്ക് എത്തി. ഇപ്പൊ അനുഗ്രഹം പ്രാപിച്ച് അനുഗ്രഹം നഷ്ടപ്പെട്ടെന്ന് പറയും. കൂട്ടുകാരനെ പറയാണ്, എൻ്റെ ഇളയവൻ എന്നെല്ലാം അടിച്ച് മാറ്റി കേട്ടോ. കാര്യം കൃത്യമായിട്ട് അറിഞ്ഞു. അമ്മയുടെ ചെവിയിലെത്തി, എൻ്റെ മകനെ രക്ഷിച്ചേ പറ്റുള്ളൂ. ഇവൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞത് വായിന്ന് വീണു അല്ലേ? മനസ്സിലുള്ള കാര്യം വായിന്ന് വീഴുന്നത് കൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞത്. അമ്മയറിഞ്ഞു. റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ചു വിളിച്ചു. അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊല്ലുവാൻ പക വീട്ടുവാൻ ഭവിക്കുന്നു. ആകയാൽ മകനെ, എൻ്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ ചെന്ന് എൻ്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോകുക. എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് നീ പോണം. നീ ഇവിടെ നാട് വിടണം. നീ ഹാരാമിലേക്ക് ഓടണം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നീ ഓടേണ്ട സമയം അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഓട്ടത്തിന് വേണ്ടി കുതിച്ചോ. അനുഗ്രഹം പ്രാപിച്ച അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇനിയൊരു ഓട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ. അനുഗ്രഹം പ്രാപിച്ച നിൽക്കാൻ പറ്റത്തില്ല, ഓടിയേ പറ്റൂ. അനുഗ്രഹവും പ്രാപിക്കുമ്പോ ചില ശത്രുത്വം വരുന്നുണ്ട്. നിനക്കെതിരായിട്ട് ശത്രുത്വം വരുന്നുണ്ട്. നിന്റെ ജീവന് വെല്ലുവിളി വരുന്നുണ്ട്. കരമടിച്ച് അനുഗ്രഹങ്ങൾ വരുമ്പോ അനുഗ്രഹം വരുമ്പോ ചില പ്രതികൂലങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് മാറിപ്പോക. പ്രശ്നമുള്ള അടുത്ത് നിൽക്കരുത്, മാറിപ്പോ. ഇത് കേൾക്കുമ്പോ തന്നെ ചില പ്രശ്നമുള്ള കൂട്ടത്തിൽ ചെന്നിരിക്കരുത്, മാറിപ്പോണം. ചില പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിരിക്കരുത്. ദൈവമക്കളെ, നമുക്കൊരു പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ചില സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും. ഞാൻ പറയും, കർത്താവേ പെട്ടെന്ന് എനിക്കൊന്ന് പോയാൽ മതി എന്ന് പറയുന്ന പോലെ ചില സമയത്ത് ദേഷ്യം അല്ലേ, പെട്ടെന്ന് ഭയങ്കര ദേഷ്യമായിരിക്കും, പിടിച്ച് തിന്നാളെ ദേഷ്യമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പറയും, എനിക്കൊന്ന് പോയാൽ മതി. ചിലപ്പോൾ ഞാൻ പറയും, ആമേ ഹല്ലേലൂയ, കർത്താവേ ഇന്ന് കാണാൻ ഇട വരുത്തല്ലേ. ഹല്ലേലൂയ. അതാണ് ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ, ഒരു വഴക്കിലേക്ക് പോകാതെ, ഒരു അനർത്ഥത്തിൽ പോകാതെ, ആമേ ഹല്ലേലൂയ, ജീവന് വെല്ലുവിളിയായി നിൽക്കുമ്പോൾ അവിടുന്ന് പറയാ, നമ്മൾ മാറിപ്പോണം. പയ്യ മാറിപ്പോകുന്നത് കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും. നിങ്ങളെ കുടുംബത്തിനകത്ത് സഹോദരങ്ങളാക്കി ഇരിക്കുമ്പോൾ ചില വാക്ക് തർക്കങ്ങൾ നടക്കും. അവിടെ കൂടുതൽ കൂടെ നിൽക്കരുത്, മാറിപ്പോണം. കേൾക്കുന്നുണ്ടോ? ഈ വചനം കേൾക്കുന്നുണ്ടോ? അല്ല, എല്ലാം തീർന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ആരും കാണില്ല, എടുത്തുകൊണ്ട് പോകാനേ ആരെങ്കിലും കാണുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറയുന്നു, പ്രശ്നമുള്ളടുത്ത്. പ്രശ്നം ഇപ്പൊ ഇവിടെ വെളിയിലല്ല, പ്രശ്നം വീട്ടിനകത്താ, നിന്റെ കുടുംബത്തിനകത്താണ് പ്രശ്നം. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് നിനക്ക് ജീവന് വെല്ലുവിളിയാണ്. നീ യാത്ര ചെയ്തേ പറ്റൂ. അവിടുന്ന് സ്ഥലം മാറിയേ പറ്റത്തുള്ളൂ. നീ വേറെ എവിടെയും പോണ്ട. പോകേണ്ട സ്ഥലം അമ്മ പറഞ്ഞു തരാം. മോനെ, അതിനു വേണ്ടി നീ എവിടെ പോണം? എൻ്റെ സഹോദരൻ്റെ വീടായ ഹാരാനിൽ നീ എൻ്റെ സഹോദരൻ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോകണം. അങ്ങനെ ജ്യേഷ്ഠനെ പേടിച്ച്, ചേട്ടനെ പേടിച്ച് അമ്മാവൻ്റെ വീട്ടിലേക്ക്, ലാബാന്റെ വീട്ടിലേക്ക് യാക്കോബിനെ പറഞ്ഞയക്കുന്ന അമ്മ. യാക്കോബ് പേടിച്ചു പോയതല്ല, അമ്മ പേടിച്ച് പറഞ്ഞു വിടുന്നതാണ്. യാക്കോബിന് പേടിയില്ല. അനുഗ്രഹത്തോടെ നിൽക്കുന്നവൻ, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവൻ ഭയമില്ല. അമ്മയ്ക്ക് ഭയം. അമ്മയാ പറഞ്ഞത്, മോനെ നീ ഓടണോടാ, നിന്റെ ജീവന് ഭീഷണിയാണ്. അമ്മ പറയുന്ന വാക്കുകൾ മക്കൾ കേൾക്കണം. അമ്മ പറയുന്ന വാക്കുകൾ
മക്കൾ കേൾക്കണം. ഇന്ന് അമ്മ പറയണ വാക്ക് കേൾക്കൂല, അപ്പം പറയട്ട്. അപ്പനിപ്പം കണ്ണും കണ്ടുകൂടാതെ തപ്പയാണ് ഇവിടെ ഇരുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി അമ്മ അപ്പം പറഞ്ഞിട്ടേ പോകുള്ളൂ പറഞ്ഞിരിക്കരുത്. അമ്മയുടെ വാക്ക് കേട്ട് ഇറങ്ങുമെങ്കിൽ, അപ്പൻ്റെ വാക്ക്, അപ്പൻ്റെ അനുഗ്രഹവും പ്രാപിച്ച് അമ്മയുടെ വാക്കും കേട്ട് ഇറങ്ങുമെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇനി അമ്മയുടെ വാക്ക് കേൾക്കൂല, അപ്പൻ്റെ വാക്ക് കേൾക്കുള്ളൂ എന്ന് പറയണമെങ്കിൽ നിനക്ക് എവിടെ കൂടെ മിസൈൽ അടിക്കണമെന്നുണ്ട്. സദാം ഹുസൈൻ എവിടെ കൂടെ മിസൈൽ അടിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. മിസൈൽ എവിടെ കൂടെ വരണമെന്ന് അറിഞ്ഞുകൂടാ. ചില അമ്മയുടെ വാക്കിന് ചിലവർക്ക് ഒരു വിലയും ഇല്ല. അമ്മ പറയുന്നിടത്ത് ഒരു വിലയില്ല. അവരെല്ലാം നല്ല ഹാപ്പിയായി. അമ്മമാരെല്ലാം ഹാപ്പിയായി. എൻ്റെ മകൻ പറഞ്ഞാൽ കേൾക്കൂല. അല്ലേട്ടാ പാസ്റ്റർ പ്രസംഗിക്കണ്ടോ? കേൾക്കണം. നിനക്കൊരു അനുഗ്രഹം വേണോ? അമ്മ പറയും പോലെ അത് അമ്മയായിരിക്കണം. അമ്മായി പോവരുത്. അമ്മയായിരുന്നാൽ മാത്രമേ പ്രൈസലോ. എല്ലാവരും അമ്മ ആവൂല. കൃപയുള്ളവരെ അമ്മയാവുള്ളൂ. എല്ലാവരും അപ്പനും ആവൂല അല്ലേ? കുടുംബം നോക്കണവനെ അപ്പനാവുള്ളൂ. 4 കാല് നടക്കണമെന്ന് അപ്പനൊന്നാവുകയൊന്നുമില്ല. പ്രൈസലോ. ഹല്ലേലൂയ. 4 കാല് നടന്നുകൊണ്ട് വീട്ടിൽ കയറി വെട്ടാൻ വന്നു കഴിഞ്ഞാൽ നീ പോടേ ദിനേശ എന്ന് പറയും. അതല്ല. പ്രൈസലോ. ഹല്ലേലൂയ. കാര്യമായിട്ട് നോക്കിയാലേ അപ്പനാവുള്ളൂ. അമ്മയായാലും അമ്മ കാര്യമായിട്ട് നോക്കിയാൽ മാത്രമേ അമ്മയാവുള്ളൂ. ആ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. മോനെ, നീ എൻ്റെ കുടുംബത്തിലോട്ടൊന്ന് പോകണം. ഹാരാമിലേക്ക് നീ പോകണം. ലാബാന്റെ വീട്ടിലോട്ടൊന്ന് പോകണം. നിനക്ക് ഇപ്പം ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണ്? ഇപ്പം നീ എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. അതെനിക്ക് സഹിക്കത്തില്ല. നിന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, നിന്നെ കൊല്ലാൻ നടക്കുന്നുണ്ട്. ആമേ, നീ അനുഗ്രഹം തട്ടിപ്പറിച്ചതിന് കാരണം ഞാൻ കൂടെയാണ്. ഞാനല്ലിടാ നിനക്ക് വേട്ടിറച്ചിയാക്കി തന്നത്. ആമേ, അതിൻ്റെ വേദന എനിക്കും വരും. ഞാനും അതിന് പങ്കാളിയാകും. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. മോനെ, നീ നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കർത്താവായ ദൈവം അമ്മയോട് പറയുക, അനുഗ്രഹമുള്ള സമയത്ത് ചില യാത്രകൾ ചെയ്യേണ്ടി വരും. ഓടേണ്ട സമയത്ത് ഓടിയേ പറ്റുള്ളൂ. പ്രശ്നമുള്ള സമയത്ത് ഓടിയേ പറ്റുള്ളൂ. മധ്യപ്രദേശിൽ ചെന്നപ്പോൾ, എൻ്റെ ആദ്യത്തെ മിഷൻ ജേണിയിൽ മധ്യപ്രദേശിൽ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അന്ന് 10-22 പേരുണ്ട്. ചെന്ന സമയത്ത് ഒരു 9 മണിയായപ്പോൾ ടെമ്പോയും കൊണ്ട് കയറ്റിയിട്ട് അവിടെയുള്ള വിശ്വാസികളെയും കയറ്റി വേറെ എത്രയോ കിലോമീറ്റർ സുവിശേഷത്തിന് പോകണം. പക്ഷെ പിന്നെയാണ് അറിയുന്നത് അവിടെ ഒരു കൂട്ടർ വന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി കിഡ്നി അടിച്ച് മാറ്റൊക്കെ വന്നു. അപ്പോൾ ടെമ്പോയിൽ ഇങ്ങനെ നിർത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരിങ്ങനെ കയറ്റുകയാണ്. ഒരാളായി, 2 പേരായി, ഒരു ഗ്രാമം മുഴുവൻ ഭയങ്കര ഐക്യതയാണ്. ഒരു ഫോൺ ചെയ്താൽ മതി, 1 ആയി, 2 ആയി, 3 ആയി. ഈ വണ്ടിയാണെങ്കിൽ അങ്ങനെ ഇട്ടയ്ക്കുകയാണ്. ഈ കല്യാണ വീട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടയ്ക്കില്ലേ, ക്യാരറ്റ് പറഞ്ഞുകൊണ്ട്. നമുക്ക് അറിഞ്ഞുകൂടെയാണ് ആദ്യത്തെ സംഭവം. പക്ഷേ അവിടെയുള്ള ആൾക്കാർ വരാൻ വെയിറ്റ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെയും കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി വെയിറ്റിങ്ങാണ്. അവരെ നടയെ കൊണ്ട് റോട്ടി വണ്ടി ഇട്ടയ്ക്കും. വണ്ടി വരുമ്പോൾ അവർ റെഡിയായി നിൽക്കണ്ടേ? അല്ല, അറേഞ്ച്മെന്റ് വണ്ടി വരുന്നു, കയറുന്നു, പോണു. ഇതങ്ങനെയില്ല. അവിടെ ചെന്നപ്പോഴും അവരെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി എടുക്കാൻ വേണ്ടി സമയം പോയി. വണ്ടി ഒരു 1/2 മണിക്കൂർ അവിടെ കിടന്നു. പക്ഷേ നാട് മൊത്തവും വളഞ്ഞു. 1 ആയി, 9 ആയി, ഒരു ഗ്രാമം മുഴുവനും വളഞ്ഞു. അവസാനം അവരെയൊന്നും കയറ്റില്ല, ഓടിക്കോ എന്ന് പറഞ്ഞു. എവിടെ കൂടെ ഓടിയെന്നും എവിടെ കൂടെ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങൾ പോയി. ഇരുന്ന സാധനങ്ങളൊക്കെ എവിടെ വയ്ക്കോൽ കൂമ്പനെ കുത്തിക്കയറ്റി. ഡ്രസ്സൊക്കെ കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കാൻ എവിടെയൊക്കെ കൊണ്ടുപോകണുണ്ട്. 4 ദിക്കിലും ജനം ഓടി മാറിച്ച്. വണ്ടിയിൽ കൊണ്ട് കുറേ ഇവിടെ ഇറക്കി. നിങ്ങൾ കുറച്ചിങ്ങോട്ട് പോ. ഒരു വണ്ടി പോയി ഒരു പല ദിക്കിൽ കൊണ്ട് ഒളിപ്പിച്ചു വനത്തിനകത്ത്. യാത് ഭാഗമൊന്നും അറിഞ്ഞുകൂടാ. പിന്നെയാണ് അറിയുന്നത് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വെളിയിൽ നിന്ന് ആൾക്കാർ ദൂരെ നിന്ന് വന്നിട്ട് പിള്ളേരെ അടിച്ചുകൊണ്ട് പോണ പരിപാടിയാണെന്ന്. അവസാനം പട്ടാളം വരെ ഇറങ്ങി. ഓടേണ്ടി വന്നാൽ ഓടേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി ആദ്യമായിട്ട് ഓടിയത് മധ്യപ്രദേശിലാണ്. നല്ല രസമായിരുന്നു. ദൈവത്തെ അറിഞ്ഞ അങ്ങനെ തന്നെയാണ്. അതും ജീവൻ പണയം വെച്ചാണ് ഓടിയത്. എന്തും സംഭവിക്കാം. ഏതും സംഭവിക്കാം. പട്ടാളം വന്നു കഴിഞ്ഞ് ജനമെല്ലാം വളഞ്ഞു കഴിഞ്ഞാൽ മിച്ചം വയ്ക്കത്തില്ല. വണ്ടി
കേരള വണ്ടി. അതാണ് എല്ലാവരും നോക്കുന്നത്. ഏത് സ്റ്റേറ്റ് നോക്കിയാലും വണ്ടി നോക്കിയാണ് പിടിക്കുന്നത്. നോക്കിയപ്പോൾ നമ്മളെ സ്റ്റേറ്റിലെ വണ്ടിയല്ല. നമ്പർ നോക്കും, ഹല്ലേലൂയ, തിരിയും, പ്രശ്നങ്ങളൊക്കെ കൈവിട്ടു പോകും. അവസാനം ഓടി ക്ഷീണിച്ചിറങ്ങുമ്പോഴാണ് ദൈവം പറയണത്, ഇനി നീ സമാധാനപ്പെട്ടിരി. എല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആടൊക്കെ പിടിച്ചു വെട്ടി നാട്ടുകാർക്കും കൊടുത്തു, ഒരു കൺവെൻഷനും ചെയ്തു, അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഓടേണ്ട സമയം ഓടിയേ, നല്ലപോലെ പകൽ ഓടിയേ. പക്ഷെ രാത്രി അവിടുന്ന് ഒരു ആടിനെ വാങ്ങിച്ചു, വെട്ടി നാട്ടുകാർക്ക് കൊടുത്തു, വലിയൊരു കൺവെൻഷനും ചെയ്തു. ദൈവം ഏൽപ്പിച്ചത് ചെയ്തിട്ടേ വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ, കളഞ്ഞിട്ട് വന്നില്ല. പക്ഷെ ഓടേണ്ട സാഹചര്യം വരും. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഓടേണ്ടി വരും. ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഓടേണ്ട സാഹചര്യം. അമ്മ പറയും, മോനെ നീ ഇവിടം വിടണം, നീ ഇവിടെ നിന്ന് പോകണം. എന്നാൽ നിനക്കെതിരായിട്ട് നിന്റെ സഹോദരൻ തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവനുള്ള കോപം മാറി. അവൻ എന്നോട് ചെയ്തവൻ മറക്കുന്നവരെയും നീ അവിടെ താമസിക്കുക. ചില കോപം മാറുന്നവരെയും മാറി താമസിക്കുന്നത് നല്ലതാണ്. ചില കോപമുള്ളപ്പോൾ, വീട്ടിനകത്ത് കോപമുള്ളപ്പോൾ, ശത്രുത്വം കയറുമ്പോൾ അവൻ മാറി താമസിക്കുന്നത് നല്ലതാണ്. കോപം മാറിയ ശേഷം അവിടെ പറയാ, വായിച്ചോ, നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്ക. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. കോപം മാറുന്നവരെ, അവൻ മറക്കുന്നവരെ നീ അവിടെ താമസിക്കണം. പിന്നെ ഞാൻ ആളെ അയച്ച് നിന്നെ അവിടെ നിന്നും വരുത്തിക്കൊള്ളാം. എന്നിട്ടോ, ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതാകുന്നത് എന്തിന്? അമ്മ പറയുകയാണ്, ഒരു ദിവസം നിങ്ങൾ പോയില്ലെങ്കിൽ ഒരു ദിവസം 2 മക്കളെ എനിക്ക് നഷ്ടപ്പെടും. ഇളയവനെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ ഇളയവൻ കൈ കിട്ടി നിൽക്കുമോ? നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ പറയാ, എനിക്ക് 2 പേരും ഒരേ സമയം നഷ്ടപ്പെടുന്നത് അത് ഭയങ്കര വേദനയായി തീരും. അത് എന്തിന് ഇല്ലാതാകുന്ന എന്തിന്? പിന്നെ റിബേക്ക ഇസാക്കിനോട് ഈ ഹിത്യ, വായിച്ചോ 46. പിന്നെ റെബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഹിത്യ സ്ത്രീ മുഖാന്തരം എന്റെ ജീവന് നഷ്ടമെന്ന് വെച്ചാൽ ജീവൻ എനിക്ക് അസഹ്യമായി തീരും. എന്നാൽ ഈ ദേശക്കാര്യത്തിൽ മുഖാന്തരം, എന്നാൽ ഈ പറഞ്ഞ കാര്യം ആര് ചെയ്തു? ആമേ, മൂത്തവൻ ചെയ്തു. ഈ സ്ത്രീകൾ നിമിത്തം ഞാൻ ജീവിക്കുന്ന എന്തിന് എന്ന് പറഞ്ഞു. 28. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. വീണ്ടും അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് യഥാർത്ഥ യാക്കോബിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. മോനെ യാക്കോബിനെ യഥാർത്ഥ ആദ്യം അനുഗ്രഹിച്ച മൂത്തവന്റെ അനുഗ്രഹമാണ് ഇളയവന് കിട്ടിയത്. ഇനി യഥാർത്ഥമായൊരു അനുഗ്രഹം അപ്പൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അടുത്ത യാത്രയ്ക്ക് പോകുന്നുമ്പേ മോനെ യഥാർത്ഥമായിട്ട് വിളിച്ചൊരു അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അവനെ വിളിച്ച് അനുഗ്രഹിച്ചു. വായിച്ചോ, അവനോട് ആജ്ഞാപിച്ചത്, നോക്കിക്കൊള്ളാം, നീ കനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കരുത്. അപ്പന് പദ്ധതിയുണ്ട്. എൻ്റെ മോൻ പെണ്ണ് കെട്ടുന്നത് എവിടെ ആയിരിക്കണമെന്ന് എൻ്റെ അപ്പന് പദ്ധതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എവിടെ നിന്ന് കല്യാണം കഴിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുഞ്ഞിനെ എവിടെ അയക്കണമെന്നും ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേ, ദൈവത്തിന് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ഇന്ന സ്ഥലത്ത് നിന്നും കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. ഇഷ്ടമില്ല കനാന്യ സ്ത്രീകൾ. കനാന്യ അപ്പന് ശത്രുത്വമാണ്. അവരുമായിട്ട് അവരുമായിട്ട് അപ്പന് യാതൊരു ബന്ധമില്ല. ആ കുലത്തിൽ നിന്നും വിവാഹം കഴിക്കരുത്. അപ്പൻ പറയുക, നീ അവിടെ നിന്നും കനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കരുത്.
പുറപ്പെട്ട് പദ്ദനരാമിൽ നിന്നും നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്നും നിനക്കൊരു ഭാര്യയെ യാക്കോബിനോട് പറയാ, നീ ചെന്ന് അമ്മാവന്റെ വീട്ടിൽ പോയി അമ്മാവന്റെ മോളെ വിവാഹം കഴിക്കണം. അതാ നിനക്ക് യോഗ്യത. നമ്മുടെ കുലത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്. മാറിപ്പോകരുത്, കുലം വിട്ടു പോകരുത്. ഹല്ലേലൂയ. നീ എവിടെ ചെന്ന്? എൻ്റെ അമ്മാവന് ലാബാന്റെ വീട്ടിൽ ചെല്ലണം. അവിടെ ചെന്ന് അവിടെ നിന്റെ സഹോദരൻ്റെ ലാബാന്റെ പുത്രിമാരിൽ നിനക്ക് ഒരു ഭാര്യയെ എടുക്കുക. അടുത്ത സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നോക്കണം. അപ്പൻ അനുഗ്രഹിക്കുക. ഇത് എടുത്തു കഴിയുമ്പോൾ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി. എന്തുണ്ടായിരിക്കണം? സന്താന പുഷ്ടിയുള്ളവനായി പെരുകയും വേണം. ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരുകയും ചെയ്യുമാറട്ടെ. അങ്ങനെ ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു, പറഞ്ഞയച്ചു. അപ്പൻ അനുഗ്രഹിച്ചു അബ്രഹാമിന്റെ അനുഗ്രഹം. നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽത്തരി പോലെ നീ വളരെ സന്താന പുഷ്ടിയുള്ളവനായി പെരുകും, വലിയൊരു സമൂഹമാകും. അനുഗ്രഹം അങ്ങനെയാണ്. അടുത്ത അനുഗ്രഹം അപ്പൻ കൊടുക്കുക. നീ പറയുന്നിടത്ത് മാത്രമേ വിവാഹം കഴിക്കാവൂ. അത് കഴിയുമ്പോൾ അബ്രഹാമിന് ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും, തരിക ചെയ്യും. അങ്ങനെ ഇസാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. പാദാൻ ആരാമിൽ നിന്നും ആരാമിനായ അവൻ പദ്ദനരാമിൽ അരാമ്യനായ ബെഥൂവേലിന്റെ മകനും യാക്കോബിന്റെയും യേശാവിന്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനായ ലാബാന്റെ അടുക്കൽ. ഇനി മറക്കരുത്, അടുത്ത് നമ്മൾ പോകുന്നത് ലാബാന്റെ അടുക്കലേക്കാണ്. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടം വിടുന്നു, ലാബാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു യാത്രയ്ക്കായി കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് വിടുകയാണ്. യാക്കോബ് യാത്ര തിരിക്കാൻ പോവുകയാണ്. അടുത്ത അമ്മാവിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. പദ്ദനരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് നോക്കിക്കോ. ഇത് അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച് പറഞ്ഞപ്പോൾ നീ എന്ന് വെച്ചോ, അപ്പൻ ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇത് പറഞ്ഞപ്പോൾ അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചത് ശ്രദ്ധിച്ചേക്കണം. അപ്പൻ പറയുമോ, നീ കനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചത് യാക്കോബ് അപ്പനെയും അമ്മയും അനുസരിച്ചു. ഇത് പറഞ്ഞത് ആരനുസരിച്ചു? യാക്കോബ് അനുസരിച്ചപ്പോൾ കനാന്യ സ്ത്രീകൾ അനുസരിച്ചപ്പോൾ പാദാൻ ആരാമിലേക്ക് പോയതും ആര് പോയി? പാദാരാമിലെ യാക്കോബ് പോയി. എന്നാൽ യേശാവ് അറിഞ്ഞപ്പോൾ 8ാമത്തെ വാക്യം വായിര്. കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസാക്കിന് ഇഷ്ടമുള്ളവരല്ല. ശ്രദ്ധിച്ചു നോക്കണം. കനാന്യ സ്ത്രീകൾ ആർക്ക്? ഇസാക്കിന്, അപ്പന് ഇഷ്ടമില്ലാത്തവരാണ്. അവരാർക്കുണ്ട്? അപ്പന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് യേശാവ് ഇസ്മായേലിന്റെ അടുക്കൽ ഇത് കണ്ടപ്പോ അടുത്ത് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ ഇസ്മായിലിന്റെ അടുക്കൽ ചെന്നിട്ട് തനിക്കുള്ള ഭാര്യ കൂടാതെ, ഒരു ഭാര്യയുണ്ട്, അത് പോരാതെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ മകളും നെബോത്തിന്റെ സഹോദരിയുമായ മഹലാത്തിനെയും വിവാഹം കഴിച്ചു. അപ്പന്റെ ഇസാക്കിൽ നിന്നറിയാം അടുത്ത് കൂടാതെ ഇസ്മായിൽ ആരെന്നറിയാം. കുടുംബത്തിനകത്തുള്ളതാ.
അടിച്ച് പുറത്താക്കിയതാ. ഇസ്മായിലിനെയും കുടുംബത്തെ അടിച്ച് പുറത്താക്കിയില്ലേ? പുറത്താക്കിയവരെ ഇഷ്ടമല്ല. ആമേ. സാർവനെ അടിച്ച് പുറത്താക്കി, ബാല്യക്കാരെ അടിച്ച് പുറത്താക്ക്, ഇസ്മായിലിനെ പുറത്താക്ക്. ഈ പുറത്താക്കിയവരെ അപ്പന് ഇഷ്ടമില്ല എന്ന് കണ്ട് വെറുത്തപ്പോ ഒരു മകൻ അപ്പൻ പറയും പോലെ കേട്ട് ഇഷ്ടമില്ലാത്ത അടുത്ത് അപ്പന് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമല്ല. ദൈവ പൈതലെ ഇത് കേള്, ഈ വചനങ്ങളെ. അപ്പന് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമല്ല. പറ ഇത് പറ. അപ്പന് ഇഷ്ടമില്ലാത്തത് എനിക്ക് ഇഷ്ടമല്ല. 2 മക്കളുണ്ടായിരുന്നു. അപ്പൻ ഇഷ്ടമില്ലാത്ത കാര്യം എനിക്കിഷ്ടമില്ല. പക്ഷേ അപ്പൻ ചെയ്യല്ലെന്ന് പറഞ്ഞ് ആമേ അവിടെ ഇസ്മായിലിന്റെ മകളായ നെബോത്തിന്റെ സഹോദരിയുമായ മഹാൽത്തിനെ വിവാഹം കഴിച്ചു. നോക്കണം, അവളെ ഒന്നിനെ പോയിട്ട് അടുത്ത് ഇഷ്ടമില്ലാത്തതിനെ കൂടെ ചെന്ന് വിവാഹം കഴിച്ചു. ആര് കഴിച്ചു? ജ്യേഷ്ഠൻ ഏശാവ് കഴിച്ചു. വിവാഹം കഴിച്ചു. അപ്പൻ ഇഷ്ടം ചെയ്യല്ലെന്ന് പറയുന്നിടത്ത് ആര് പോയി കഴിച്ചു? മൂത്തവൻ ചെന്ന് കല്യാണം കഴിച്ചു. ഇഷ്ടമില്ല, അപ്പന് ഇഷ്ടമില്ലാത്ത അടുത്ത സംബന്ധം കൂടരുത്. ഇവരെ ഞാൻ പുറത്താക്കിയവരാ, ഇവർ തള്ളിക്കളഞ്ഞതാ. ആമേ ഹല്ലേലൂയ. അവരെ നമുക്ക് വേണ്ട, മാറ്റി നിർത്തിയെടുത്തെന്നും സംബന്ധം ചെയ്തു. എന്നാൽ നോക്കിക്കോളണം, അവന്റെ ജീവിതം ഇഷ്ടമില്ലാത്ത സംബന്ധം കൂടി അങ്ങോട്ട് പോയ സമയത്ത് അടുത്ത് യാക്കോബിലേക്ക് വരികയാണ്. ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോ സൂര്യൻ അസ്തമിക്കൊണ്ട് നോക്കിക്കോളണം, യാക്കോബിന്റെ യാത്രയിൽ സൂര്യൻ അസ്തമിക്കാറായ സ്ഥലത്ത് എത്തിയപ്പോ അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. ആ സ്ഥലത്ത് ഒരു കല്ലെടുത്തു അവൻ തലയണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. നമുക്കറിയാം, ഉറക്കത്തിന് തലങ്ങണ ആവശ്യമാണ്. തലങ്ങണയും കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ പോയി യാത്ര ചെയ്യുമ്പോൾ തലങ്ങണയെ കൊണ്ട് പോകാറുണ്ട്. ഉടനെ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഒരു തലങ്ങണയൊക്കെ എടുത്ത് വയ്ക്കും. പക്ഷേ യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തലങ്ങണയായിട്ട് എടുത്ത് വെച്ചില്ല. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചെരുപ്പായിരിക്കും തലങ്ങണയായിട്ട് വയ്ക്കുന്നത്, അല്ലേ? ചിലപ്പോൾ നമുക്ക് ചെരുപ്പായിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും, പോകുന്നിടത്ത് എന്തെങ്കിലും കിട്ടും. പക്ഷേ ഇവിടെ വനത്തിലൂടെയുള്ള യാത്ര ആയതുകൊണ്ടും വനത്തിനകത്തൂടെ യാത്രയുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. ഉറക്കെന്ന് വെച്ചാൽ ഇനി യാത്ര ചെയ്യാൻ പറ്റൂല, വിശ്രമമായതുകൊണ്ട് ആ സ്ഥലത്തൊരു കല്ലെടുത്തു തലങ്ങണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അവൻ കിടന്നുറങ്ങിയ സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ആമേ ഹല്ലേലൂയ. കിടന്നുറങ്ങുന്ന സമയത്ത് യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം ഇതായിരുന്നു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തിലോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയായിരുന്നു. അതിനുമീതെ യഹോവ നിന്ന് അരുളി ചെയ്തു. നോക്കിക്കോണം, തലങ്ങണയായി വെച്ച് കല്ല് വെച്ച് കിടന്ന് ഉറങ്ങുന്ന യാക്കോബിനൊരു ദർശനം കിട്ടുകയാണ്. ആ ദർശനം ഇതായിരുന്നു. ആമേ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ യാക്കോബ് കിടക്കുന്നിടത്ത് ആരുണ്ട്? ദൂതന്മാരുണ്ട്. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. ദൈവ പൈതലേ, നീ കിടന്നു ഉറങ്ങുന്ന സ്ഥലത്ത് നിനക്ക് ദൂതന്മാരുണ്ട്. നീ കിടന്നു ഉറങ്ങുമ്പോൾ നിനക്ക് ചുറ്റും ആരുണ്ട്? ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. നീ വെച്ചിരിക്കുന്ന കല്ല്, ആമേ ഹല്ലേലൂയ, തലങ്ങണയായി വെച്ചിരിക്കുന്നു. കല്ല് തലങ്ങണയാകണമെങ്കിൽ അവിടെ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. നിങ്ങൾ വെക്കുന്ന തലങ്ങണ അതൊരു കല്ലാവണമെങ്കിൽ അത് തലങ്ങണയായി മാറുമ്പോൾ അതിനകത്തൊരു ദർശനം കിട്ടുന്നുണ്ട്, അതിനകത്തൊരു വെളിപ്പാട് കിട്ടുന്നുണ്ട്, അതിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവത്തെ ആഗ്രഹിക്കേ. ദൈവത്തെ കൂടുതൽ പ്രാപിക്കുവാൻ ഉറങ്ങുമ്പോ എന്നോടൊന്ന് സംസാരിക്കണമേ
എന്നോട് ഇടപെടണമേ കർത്താവേ. ഇന്ന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ ചില ദർശനങ്ങൾ കാണാൻ പോകുകയാണ്, ചില വെളിപ്പാടുകൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ദൂതന്മാര് ഒരു കോവടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. മനുഷ്യരാരുമില്ല നിന്റെ കൂടെ. മനുഷ്യരാരുമില്ല എങ്കിലും ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്, മറന്നു പോകരുത്. നീ രാത്രി ഒറ്റയ്ക്കാണ് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ കൂടെ കിടക്കാൻ ആരും കാണത്തില്ല. പക്ഷെ നിന്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്, മറന്നു പോകരുത്. നീ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിന്റെ കൂടെ നിന്റെ ബന്ധുക്കൾ ആരും വന്ന് കാണൂല, പക്ഷെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ മക്കളൊക്കെ വിദേശത്ത് പലയിടത്തൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലിരിക്കും? എൻ്റെ മക്കൾ വിദേശത്താണ്, എൻ്റെ മോൾ വിദേശത്താണ്, മോൻ വിദേശത്താണ്. നിങ്ങൾ എന്ത് ഉറപ്പിലായിരിക്കുന്നത്? എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്, അല്ലേ? എൻ്റെ അപ്പൻ എൻ്റെ മകനെ താങ്ങും, എൻ്റെ മകളെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ് അനുഗ്രഹത്തിലേക്ക് നടന്ന് കയറുന്ന യാക്കോബ് കണ്ട ദർശനം ദൂതന്മാർ ഇറങ്ങി കയറുകയും ചെയ്യുന്നു. ഇന്നത് പ്രാപിക്കണം, നിങ്ങൾ പ്രാപിക്കണം. ഇതിനകത്തൊരു വെളിപ്പാട് നിങ്ങൾ കിട്ടണം. ഞാൻ കാണും ഉറങ്ങുമ്പോൾ എനിക്കൊരു ദർശനം കിട്ടണം, ഒരു ദൈവ സാന്നിധ്യമാണ്. ചിലർ ഉറങ്ങുമ്പോൾ രാത്രി പേടിച്ചുകൊണ്ടാണ് ഓടുന്നത്. ആരും ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അത് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അല്ലേ? ഒന്ന് ഉറങ്ങണ സമയത്ത് ഞെട്ടി ഉടനെ അർദ്ധരാത്രി സമയത്തെ കാര്യമില്ലെങ്കിൽ പേടിച്ച്. പക്ഷേ ഇവിടെ പേടിക്കേണ്ട സമയമല്ല, പ്രാപിക്കേണ്ട സമയമാണ്. പേടിക്കേണ്ട സമയമല്ല, പ്രാപിക്കേണ്ട സമയമാണ്. ദർശനം കാണേണ്ട സമയമാണ്. നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. യാക്കോബേ, നീ യാത്ര ചെയ്യുമ്പോ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് മുമ്പേ ദൂതന്മാരുണ്ട്. നീ യാത്ര ചെയ്യുമ്പോ നീ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണോ? ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൂതന്മാർ പോയി സകല ദുർഘടങ്ങൾ നിരപ്പാക്കി തമ്രവാതിലെ തകർത്ത് ഇരുമ്പോട് അവനെ ഖണ്ഡിക്കുന്ന ദൈവം നിനക്ക് സംരക്ഷണം തരുവാൻ ദൈവമുണ്ട്. നീ കിടക്കുന്ന സ്ഥലം ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? കരമടിച്ചു പറ, ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാനത് അനുഭവിക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? സ്വർഗത്തോളം എത്തി ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിനുമീതെ യഹോവ നിന്നും അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം യഹോവയാകുന്നു. ദൈവ ശബ്ദം കേൾക്കുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ആമേ യാക്കോബ് കേൾക്കി ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും ആകുന്നു, യഹോവയാകുന്നു. ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്, വേറെ ആരുമല്ല. നിങ്ങൾ യഥാർത്ഥ ദർശനം കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ഞാൻ തന്നെയാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വ്യക്തമായിട്ട് പറയും. ഇവിടെ പറയുന്നു, ഇത് യഹോവ തന്നെയാകുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടന്നുറങ്ങുന്ന ഭൂമി ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ കിടന്നുറങ്ങുന്ന ഭൂമി, ഇതാര വകയെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇപ്പം ആയിരിക്കുന്ന സ്ഥലം ആര വകയെന്ന് അറിഞ്ഞ. യാത്രയ്ക്ക് പോയ സമയത്ത് ഇരുട്ട്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഇരുട്ട് വീണ ഒരു കല്ലെടുത്ത് വെച്ചു. പക്ഷെ ദൈവം പറയുന്നു, ഈ ഭൂമി നിനക്ക് ഞാൻ തരും. നീ ചോദിച്ചോ? ചോദിച്ചില്ല. ചോദിക്കാത്തോടെ ദൈവം തരികയാണ്. നീ കിടന്നു ഉറങ്ങുന്ന ഭൂമി നിനക്ക് ദൈവം തരും. ഇത് കേൾക്കുമ്പോൾ എത്ര ഒരു സന്തോഷമുണ്ട്. വസ്തു കിട്ടുമെന്ന് പറഞ്ഞാലും സന്തോഷമില്ല. വരുന്നില്ല. സന്തോഷം വരുന്നില്ല. ഭൂമി നിനക്ക് തരും. ഭൂമി ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണ്? വീട് ആഗ്രഹിക്കുന്ന, ഭൂമി ആഗ്രഹിക്കുന്ന, സ്ഥലം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
ഭൂമിയെ നിനക്ക് ഞാൻ തരും. നിനക്ക് നിന്റെ സന്തതിയും ഭൂമിയിലെ പൊടി പോലെയാകും. അടുത്ത് പറയാ, ഈ ഭൂമി മാത്രമല്ല, നിന്റെ സന്തതിക്ക് തരും. ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൻ്റെ അനുഗ്രഹം, ഭൂമിയിൽ അപ്പൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് അടുത്തൊരു അനുഗ്രഹം പ്രാപിച്ച് അപ്പൻ യഥാർത്ഥമായി അനുഗ്രഹിച്ച് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് അനുഗ്രഹിക്കുക. നിന്നെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറ് കിഴക്കോട്ട് നീ പരക്കും. നിന്നെ വർദ്ധിപ്പിക്കും, 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 വർദ്ധിപ്പിക്കും. ദൈവം വർദ്ധിപ്പിക്കും. നിന്റെ തലമുറ അനുഗ്രഹിക്കും. ഇത് മനുഷ്യനല്ല പറയുന്നത്, ദൈവമാണ്. ഇത് സ്വർഗത്തിലെ ദൈവമാണ് പറയുന്നത്. നിന്നെ പല 4 ദിക്കിലും, ഭൂമിയിലെ 4 ദിക്കിലും പൊടി പോലെ ആക്കിയിട്ട് പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് വടക്കോട്ട് തെക്കോട്ട് പരക്കും. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു വ്യക്തി മുഖാന്തരം വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഭൂമി അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ആമേ, ഹല്ലേലൂയ. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം ദൈവമക്കളെ. നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചാൽ നിങ്ങൾ ആ ദേശത്തൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവർ, ആമേ, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നവർ, ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കുന്നവർ ആ ദേശത്തിൻ്റെ മേലൊരു അനുഗ്രഹമായി തീരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ 4 ദിക്കിലും പരക്കും. ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതിനപ്പുറമായിട്ട് വേറെ എന്ത് പറയണം? ദൈവം പറയുകയാണ്, യാക്കോബേ, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. ദൈവം പറയണം, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ പോകുന്നിടത്ത് നിന്റെ കൂടെ ഇരിക്കും. ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ പോകുന്നിടത്ത് എൻ്റെ യേശു ഉണ്ടെന്ന്? ഇന്ന് നീ പോകുന്നിടത്ത് എൻ്റെ കൂടെ യേശു വരുമെന്നുള്ള ഉറപ്പുള്ളൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് യേശു ഞാൻ പോകുന്നിടത്ത് എൻ്റെ കർത്താവിൻ്റെ കൂടെ വരും. ഹല്ലേലൂയ, കൂടെ വരും. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് അപകടങ്ങളില്ലാതെ യാത്ര ചെയ്യുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ ജീവിതം എന്ന ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ എൻ്റെ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. പറ, ഇതുവരെ എൻ്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ സൂക്ഷിച്ചതിനായി സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. പലവരും കാലുകൾ തകർന്നു കിടക്കുമ്പോ, കാലുകൾ വീണ് ഇടർച്ചയായി കിടക്കുമ്പോ, പല കാലുകളും തളർന്നു കിടക്കുമ്പോ ഇന്ന് പറ, എന്റെ കാലിന് ആരോഗ്യത്തിനായി സ്തോത്രം, എന്റെ ആരോഗ്യത്തിനായി സ്തോത്രം അപ്പച്ച. ഇന്ന് പല കാലുകളും തളർന്ന് ക്ഷീണിച്ച് നടക്കാൻ പറ്റാതെ കിടക്കുമ്പോ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് പറയുക, ദൈവം തന്ന ആരോഗ്യത്തിനായി സ്തോത്രം പറ. ഇത് നിന്നെ ദൈവം സൂക്ഷിച്ചതാ. മറ്റുള്ളവര് കല്ല് തട്ടി പോകാതെ വേണം തന്റെ ദൂതന്മാരുടെ സൂക്ഷിച്ച ദൈവം നിന്റെ കാല് കല്ല് തട്ടി പോകാതെ വേണം ദൈവം സൂക്ഷിച്ചു, സൂക്ഷിച്ചു, സൂക്ഷിച്ചു. ഈ പ്രായമനെ സൂക്ഷിച്ചില്ലയോ? ഈ പ്രായമനെ സൂക്ഷിച്ചില്ലയോ? ദൈവം നിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാ. നിന്റെ പ്രായത്തിലുള്ള എത്രയോ ഈ ലോകത്ത് നീക്കപ്പെട്ടു അല്ലേ? നിന്റെ പ്രായത്തിലുള്ളവര് അല്ലെ എന്റെ പ്രായത്തിലുള്ള എത്രയോ ഈ ലോകത്ത് നീക്കപ്പെട്ടു ദൈവമക്കളെ. ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവം സൂക്ഷിച്ചത് കൊണ്ടാ. ഇന്ന് അഭിമാനത്തോടെ പറ, അല്ല ഞാൻ കഴിച്ച കോംപ്ലാനും ഞാൻ കഴിച്ച ബൂസ്റ്റും ഞാൻ കഴിച്ച അതും ഇതുമല്ല, ദൈവം സൂക്ഷിച്ചത് കൊണ്ടാണ്. അല്ല ഞാൻ കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ടാണോ? അല്ല ഞാൻ കുടിച്ച പാനീയത്തിന് ജ്യൂസിന്റെ അതിന്റെ ക്വാളിറ്റി കൊണ്ടാണോ? അല്ല, ദൈവം സൂക്ഷിച്ചത് കൊണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊട്. ദൈവം സൂക്ഷിച്ച്, ദൈവം നിന്റെ കൂടെ ഇരുന്നു. ദൈവം കൂടെ ഇരിക്കും.
അമ്മമാരെ, ദൈവം കൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് ദൈവം. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നീ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോ നിന്റെ അടുത്ത് ആരിരിക്കും? ദൈവം കൂടെ ഇരിക്കും. അപ്പൊ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോൾ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ സംസാരിക്കാവൂ. ആമേൻ. ദൈവം നിന്റെ കൂടെ ഇരിക്കും. ദൈവം കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതേ സംസാരിക്കാവൂ. അങ്ങനെയാണെങ്കിൽ പോണെടുത്ത് പറയണം, വാ ദൈവത്തെ ആരാധിക്കാം, വാ. അടുത്ത ആഴ്ച എത്ര പേര് കൊണ്ടുവരണം അറിയാലോ കൊണ്ടുവരണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം, നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ജീവിക്കുമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കും. അതാ യാക്കോബോട് പറഞ്ഞ, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. നിന്റെ തലമുറകളെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ, വീട്ടിലിരിക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ തലമുറകൾ വിദേശത്താണെങ്കിൽ അവരെ ദൈവം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ തലമുറകൾ വിദേശത്താണ്, നിന്റെ കുടുംബം വിദേശത്താണ്, അല്ല നിന്റെ കുടുംബം നാട്ടിലാണ്, അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന സഹോദരന്മാർ പറയുന്നു, എന്റെ കുടുംബം നാട്ടിലാണ്, എന്റെ മക്കള് നാട്ടിലാണ്, എന്റെ അപ്പനമ്മ നാട്ടിലാണ്. ദൈവം കാത്തു സൂക്ഷിക്കുന്നു. ഇതെല്ലാം ദൈവ കരങ്ങളിൽ കൊടുത്തിട്ടാ പോകുന്നത്. യാത്ര ചെയ്യുമ്പോ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ കുടുംബത്തെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും ദൈവം പറഞ്ഞു, ഞാൻ സൂക്ഷിക്കും. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തോ. എന്റെ കുടുംബത്തെ ദൈവം സൂക്ഷിച്ചനായി സ്തോത്രം എന്ന് പറ. എന്റെ കുടുംബത്തെ ദൈവം സൂക്ഷിച്ചനായി സ്തോത്രം. അടുത്തിരിക്കുന്നവരെ കൈപിടിച്ച് പറ, എന്റെ തലമുറ ദൈവം സൂക്ഷിച്ചനായി സ്തോത്രം. ഒന്ന് കൈപിടിച്ച് കുലുക്കി പറ, എന്നെ ദൈവം സൂക്ഷിച്ചനായി സ്തോത്രം. എത്രയോ ഈ ലോകത്ത് തകർന്നുകൊണ്ട് തരിപ്പണമായിരിക്കുമ്പോ, ഈ ലോകം നീക്കപ്പെടുമ്പോ ഇന്ന് പറ, എന്റെ ദൈവം കൂടെ ഇരിക്കുന്നു. അതുകൊണ്ടാ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തോ. ദൈവം നിന്റെ കൂടെ കൊണ്ട് ധൈര്യമായി പറ. ഓ ഹല്ലേലൂയ. ഇറങ്ങിയത്, അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരുവൻ, പക്ഷെ യാത്ര ചെയ്യുന്ന രണ്ടുപേര്. മറക്കരുത്, അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരുവൻ, പക്ഷെ യാത്ര ചെയ്യുന്ന രണ്ടുപേര്. ഓ, നിന്റെ കൂടെ ഒരു വലിയൊരു ദൈവമുണ്ട്. മറക്കരുത്. നീ ഒറ്റയ്ക്കാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ദൈവത്തെ അറിഞ്ഞത് ഒറ്റയ്ക്കാ, പക്ഷെ നിന്റെ കൂടെ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. മറക്കരുത്, പിടിച്ചെടുത്തോ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഓ റീബാബാ ശബറബാ അഥനബ റികമന ധനമന അസ്ത ദൈവസാര അനുഭവിക്കുന്ന ദൈവമക്കളെ, കരമടിച്ച് പറ, ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തെ അറിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു യേശു ഉണ്ട്. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ആ ദൈവസ്നേഹം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഓ, ആ കൃപ അനുഭവിക്കുന്നവർക്കായി, ആ സ്നേഹം അനുഭവിക്കുന്നവർക്കായി. നിന്റെ കുടുംബത്തിൽ നിന്ന് നീ ഒറ്റയ്ക്ക് ഇറങ്ങിയ, നിന്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാ നീ ഇറങ്ങിയത്, പക്ഷെ നീ ഇറങ്ങിയപ്പോ ഒറ്റയ്ക്കാ. പക്ഷെ ഇപ്പൊ നിന്റെ കൂടെ ഒരാളുടെ ഉണ്ട്. നിന്റെ കർത്താവായ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ബ്രദറെ, സിസ്റ്റർമാരെ, നിന്റെ കൂടെ ഒരു യേശു ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ വിളിച്ച് വേർതിരിച്ചത്, പക്ഷെ നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. അവരെ കൂടെ ഇല്ലാത്തൊരു സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. ഓ, വിളിച്ചു പറ, അതെനിക്ക് എന്റെ കൂടെ നിൽക്കണം. എന്റെ കൂടെ നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. പണമില്ല, പദവിയില്ല എങ്കിലോ ഉള്ളവരുടെ മഹത്വം വിളിച്ചു പറ. നിനക്ക് ഇപ്പൊ നന്മയില്ല എങ്കിലോ, വസ്തു വക ഒന്നുമില്ലെങ്കിലും ദൈവം പറഞ്ഞു, നീ കിടന്നുറങ്ങുന്ന ഭൂമി നിനക്ക് തരൂ. തെക്കോട്ട്, വടക്കോട്ട്, പടിഞ്ഞാറോ, കിഴക്കോട്ട് നീ പോ, നീ പടരൂ, ദേശം കൈവശമാക്കി തരൂ. ഓ റീബാ ഭാവാ ഷാവാ രാക ആഠാര ചൂട താരെ വൈഡ പ്രൗഢ വരന്തര മൗഡേ വൈശവ രാജമദീന രര നിന്റെ കൂടെയുണ്ട്. ഓ ഹോ ഹോ, നിന്റെ കൂടെ ഇരിക്കാത്തൊരു ദൈവം. നീ തളർന്ന
തകർന്നു പോകുമ്പോ നിന്നെ കരം പിടിക്കുന്ന ദൈവം, നീ വീണു പോകുമ്പോ നിന്നെ പൊക്കിയെടുക്കുന്ന ദൈവം. ആമേ ആമേ. ആടുകളെ ആമേ ഭുജത്തിലെടുക്കുന്ന ദൈവം, കുഞ്ഞാടുകളെ അവൻ തോളിലെടുക്കുന്ന ദൈവം. എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്, ചിലതിനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ദൈവ ചിലതിനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പ്രാപ്തിക്കനുസരിച്ച്, ഓരോ ആടുകളെ പ്രാപ്തിക്കനുസരിച്ച് സ്വർഗം നിന്നെ ഏറ്റെടുക്കുന്നുണ്ട്. സ്വർഗം ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. പറ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കൂടെ യേശുവുണ്ട്. ആ കൃപ ലഭിക്കുന്നവർ ആരാധിച്ചോ, ആ കൃപ ഉള്ളവർ പ്രാർത്ഥിച്ചോ. എന്റെ കൂടെ യേശുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. എന്റെ കൂടെ യേശു ഉണ്ടെന്ന് മാത്രമുള്ളവർ ആരാധിച്ചാൽ മതി. എന്റെ കൂടെ യേശു ഉണ്ട്, ഈ ഉറപ്പുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. അവർ മാത്രം കരമടിച്ചാൽ മതി. ഉറപ്പില്ലാത്തവർ കരമടിക്കണ്ട, ഉറപ്പില്ലാത്തവർ സ്തുതിക്കണ്ട, ഉറപ്പില്ലാത്തവർ പ്രാർത്ഥിക്കണ്ട. ആത്മഭാരം, ആത്മഭാരം. യാക്കോബിന്റെ മേൽ ഇറങ്ങുന്ന ദൈവം, യാക്കോബിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവം ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. യാക്കോബിന്റെ മേൽ ഇടപെടുന്ന ദൈവം ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. നീ പോകുന്നിടത്ത് നിന്നെ കാത്തു സൂക്ഷിച്ച് നീ നഷ്ടപ്പെട്ട് നിന്റെ ദേശത്തേക്ക് മടക്കി വരുത്തും. നിന്റെ ദേശത്തേക്ക് മടക്കി വരുത്തും. നിന്നെ മടക്കി കൊണ്ടുവരുന്ന ദൈവം നിന്റെ ദേശത്തേക്ക് അനുഗ്രഹത്തോടെ. ഇപ്പോ യാക്കോബ് പോകുന്നത് ജ്യേഷ്ഠനെ കണ്ട് പേടിച്ച, ഒരു ജ്യേഷ്ഠൻ കൊല്ലുമെന്ന് പേടിച്ച് അമ്മയുടെ വാക്ക് കേട്ട് ലാബാന്റെ വീട്ടിലേക്ക് പോകുക. യാത്ര വെച്ച് ദൈവം ഇടപെടുക. നിങ്ങളുടെ ജീവിതത്തിൽ യാത്രയിൽ ദൈവം ഇടപെടുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം എന്ന യാത്രയിൽ ദൈവം ഇടപെടുന്നുണ്ടോ? ദൈവം സംസാരിക്കുന്നുണ്ടോ? ജീവിതം എന്ന യാത്രയിലേക്ക് ദൈവം ഇടപെടുക. യാക്കോബിനെ ഒന്ന് ഉറപ്പിക്കുക. മനസ്സ് എവിടെയെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ജ്യേഷ്ഠനെ കൊല്ലും, ആ ഭയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ധൈര്യം. ചിലവരെന്നെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി, പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ചില ഭീഷണി മുഖാന്തരം, ചില ഭയത്തിന്റെ ഭീതി മുഖാന്തരം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭീതി മുഖാന്തരം അപ്പനെ ഉപേക്ഷിച്ചു, അമ്മേനെ ഉപേക്ഷിച്ചു. അനുഗ്രഹത്തിന് വേണ്ടി, എന്റെ അനുഗ്രഹത്തിന് വേണ്ടി എനിക്ക് എന്റെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വരും, എനിക്ക് അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും. കാര്യം എന്താണ്? ജ്യേഷ്ഠന്റെ അനുഗ്രഹം എനിക്ക് എന്റെ മേൽ വന്നതുകൊണ്ട്. ആമേ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഓടിയേ പറ്റത്തുള്ളൂ. മനസ്സില്ല, മനസ്സോടെ അപ്പനെ ഇവിടെ വിട്ടു, നാട്ടിൽ വിട്ടു, അമ്മേനെ നാട്ടിൽ വിട്ടിട്ട് ഒരു യാത്രയ്ക്ക് പോകുമ്പോ പറയണോ, നിന്റെ കൂടെ ഞാൻ വരും. നിന്റെ അമ്മ വരത്തില്ല, നിന്റെ അപ്പൻ നിന്റെ കൂടെ വരില്ല കുഞ്ഞെ. നീ യാത്രയ്ക്ക് പോകുന്ന നിന്റെ അപ്പനോ അമ്മയോ ഭൂമിയിലുള്ള ആരും വരൂല. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്വർഗത്തിലെ അപ്പൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം. ഒരമ്മയുടെ സംരക്ഷണമല്ല, ഭൂമിയിലൊരു അപ്പന്റെ സംരക്ഷണമല്ല നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നത്, സ്വർഗത്തിന്റെ സംരക്ഷണമാണ്. സ്വർഗം പറയുകയാണ്, നിന്നെ നോക്കി പറയാ, നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും, നിന്നെ ഞാൻ രക്ഷിക്കും, നിന്റെ കൂടെ ഇരിക്കുന്നാൽ. ഭയപ്പെട്ട് മനസ്സുകൾ ഇടറിയ, എല്ലാം ഇട്ട് നാട് വിട്ടു പോണ സമയത്ത് നാട് വിടുന്നവന്റെ വേദന നാട് വിടുന്നവനെ അറിയാൻ പറ്റും. വേദനയോടെ മനസ്സില്ലാതെ എല്ലാം ഇട്ടിട്ട് ഇവിടുന്ന് അമ്മയുടെ വാക്കുകൾ നിന്നെ കൊല്ലും, ജീവന് ഭീഷണിയാണ്, നീ ഇവിടുന്ന് യാത്രയാകണം എന്ന് പറയുമ്പോ, അമ്മ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, കുറച്ച് ദിവസത്തേക്ക് വയസ്സായി അപ്പനെന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, എന്നാൽ എൻ്റെ അനുഗ്രഹത്തെ എനിക്ക് വലുതാണ്. ഇപ്പോൾ എൻ്റെ അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ അനുഗ്രഹം എവിടെ കിടക്കുന്നു? എൻ്റെ നെറുകയിൽ കിടക്കുകയാണ്. ഞാൻ ചില ദിവസങ്ങൾ മാറി നിന്നേ പറ്റത്തുള്ളൂ, ചില മാസങ്ങൾ വർഷങ്ങൾ മാറി നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇറങ്ങിയത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറങ്ങിയത് യാക്കോബ് ഒറ്റയ്ക്കാണെങ്കിലോ, പക്ഷേ പടി, വീട്ടിന്റെ പടിയിൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോ കർത്താവ് ഒന്ന് കരം പിടിച്ചു. ആമേ മോനെ, നീ പടി സ്റ്റെപ്പ് ഇറങ്ങുമ്പോ നിന്റെ കരം ആര് പിടിച്ചോ? സ്വർഗത്തിൽ അപ്പം വന്ന് കരം പിടിച്ചു.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലതിന്റെ കരം പിടിക്കുകയാണ്, ഇവിടെ കേൾക്കുന്നവരുടെ കരം പിടിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങുമ്പോ നിന്റെ കരം വന്ന് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ശവന തീരവരാചവദീനേ. ഓ ഹല്ലേലൂയ. ഈ കരം പിടിച്ചു പോയിട്ട് സൂര്യ അസ്തമിച്ചു. നിനക്ക് തലേണേറ്റ് ദൈവം കല്ലെടുത്ത് വെച്ച് തന്നു. നീ എടുത്ത് വെച്ചതല്ല. ചിലത് പറയും ഞാൻ എടുത്തു വെച്ച തലങ്ങണ അല്ല. അപ്പൻ ശ്രമിച്ചാലേ എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ഒരു കല്ല് കയ്യിൽ നിന്ന് പൊക്കണമെങ്കിൽ, ഒരു പാത്രം പൊക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഈ കല്ല് ആരെടുത്ത് വെച്ചു? യാക്കോബ് പറയും ഞാൻ എടുത്തു വെച്ചെന്ന്. ഞാൻ പറയും യാക്കോബ് അല്ല, എൻ്റെ ദൈവം നിനക്ക് എടുത്തു വെച്ചതാ. എന്തെങ്കിലും പൊക്കിയെടുത്ത് ജോലി ചെയ്യണേ പറ, ഇത് ദൈവം തന്ന് പൊക്കണതാ. ഹല്ലേലൂയാ, ആമേ, ഹല്ലേലൂയാ. നമ്മുടെ സ്വയം ബലത്തിൽ അഹങ്കരിക്കരുത്, സ്വന്തം ബലത്തിൽ അഹങ്കരിക്കരുത്, സ്വന്തം ബലത്തിൽ ഊന്നി നിൽക്കരുത്. യാക്കോബിന് യാത്രയ്ക്ക് ഇരുട്ട് വന്നു. സൂര്യ അസ്തമിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ആ യാക്കോബേ മോനെ, നിന്റെ തലയിൽ കല്ലെടുത്ത് വെച്ചരാൻ പോവുകയാണ്. തലയിൽ കല്ല് വെച്ച് ഉറങ്ങിയ വേദനിക്കൂലേ? കല്ലിനെ പഞ്ഞിയാക്കി ദൈവം മാറ്റുന്നുണ്ട്. നിന്റെ തലയിൽ കല്ല് പോലത്തെ വിഷയം, നിന്റെ തലയിൽ കയറിയ കല്ല് പോലത്തെ ഭാരമേറിയ നിന്റെ വിഷമത്തെ ദൈവം ഇന്ന് പഞ്ഞു പോലമാക്കി മാറ്റുന്നുണ്ട്. തല പെരുപ്പുകളെ കല്ലെടുത്ത് വെച്ചാൽ ഉറങ്ങാൻ പറ്റൂല അല്ലേ? കല്ലെടുത്ത് വെച്ച് ഉറങ്ങി നോക്കണം, ഉറങ്ങാൻ പറ്റൂല. പക്ഷെ യാക്കോബിന്റെ മാനുഷിക ശക്തിയിൽ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ആമ ഉറങ്ങൂല. പക്ഷെ കർത്താവ് എടുത്ത് വെച്ചത് കൊണ്ടും എനിക്കിന്ന് അങ്ങനെ പറയാനാ തോന്നുന്നത്. എൻ്റെ അപ്പൻ എടുത്ത് കല്ല് നിന്റെ തല വെച്ചത് കൊണ്ട് നീ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി. നിന്നെ ഉറക്കിയിട്ട് ദൈവം ദർശനം കൊടുക്കുക. നിന്നെ ഉറക്ക ചിലർ വയ്യോ പാസേ ഉറങ്ങിയിട്ട് മാസങ്ങളോളമായി, വർഷങ്ങളോളമായി. ഇത് കേൾക്കുന്നവർ പറ, ദൈവം നിന്നെ കരം പിടിച്ചാ ഉറങ്ങും. ഏത് റോട്ടിൽ കിടന്നാലും ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ ഏത് ബസ് സ്റ്റാൻഡിൽ കിടന്നാലും ഞാൻ ഉറങ്ങും. എനിക്ക് ഭയമില്ല. കാര്യം തരമോ? അപ്പൻ്റെ കരം എൻ്റെ തലങ്ങണയായിട്ട് എനിക്കുണ്ട്, നിങ്ങളുടെ മേലുണ്ട്. ഇത് പറയുമ്പോൾ ആ കരം, ആമേ, അപ്പൻ്റെ കരം തലങ്ങണയായിട്ട് എവിടെ വരുന്നുണ്ട്? നിങ്ങളുടെ തലക്കിൽ വീഴുന്നുണ്ട്. ആമേ, കല്ലെടുത്ത് വെച്ചു കൊടുത്ത ദൈവം പറയുകയാണ്, ഞാൻ നിനക്കൊരു ദർശനം തരാൻ പോകുകയാണ്, അനുഗ്രഹത്തിലേക്ക് പറയാൻ പോകുകയാണ്. ഭാരപ്പെട്ട് ഇറങ്ങി അമ്മ ഇറങ്ങിയ യാക്കോബിനെ ധൈര്യപ്പെടുത്തുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. ആമേ, ഹല്ലേലൂയ. യാക്കോബിനോട് പറയാ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കും. അടുത്ത് പറയാ, നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് ഞാൻ മടക്കി വരുത്തും. ഈ രാജ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിലേക്ക് തിരിച്ച് മടങ്ങി വരുത്തും. നിങ്ങൾ മരുഭൂമിയിലാണ് ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ നാട്ടിൽ വരും. ലീവുകൾ അനുവദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലീവ് തരാതെ അധികാരികൾ പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ലീവിന് വേണ്ടി സാക്ഷൻ ഓർഡർ ചെയ്യാണ്, രാജ്യത്തിലേക്ക് മടങ്ങി വരുവാൻ. എന്നെ ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചു ദൂരെന്ന്. 6 വർഷം കൊണ്ട് എൻ്റെ ഭർത്താവിന് ലീവ് കൊടുക്കുന്നില്ല. ഇന്ന് തോന്നുന്നു അവർക്കുള്ള ലീവ് അടിക്കുന്നു ദൈവം. 6 വർഷം കൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന് ലീവ് കൊടുക്കുന്നില്ല, അറബി ലീവ് കൊടുക്കുന്നില്ല. ഇതാ വചനം പറഞ്ഞു, രാജ്യത്തേക്ക് മടക്കി വരുത്തും. നിന്റെ മക്കളെ ഒന്ന് കാണുവാൻ, കുടുംബത്തെ ഒന്ന് കാണുവാൻ, വർഷങ്ങളോളം പഴക്കമുള്ള വിഷയത്തിന്റെ മേൽ ദൈവം ലീവ് അടിക്കുന്നുണ്ട്. രാജ്യത്തേക്ക് മടക്കി വരുത്തും. അടുത്ത് പറയുക, രാജ്യത്തേക്ക് ഞാൻ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം കൈവിടൂല. ദൈവം കൈവിടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കണം. നമ്മൾ കൈവിട്ടാൽ ദൈവം കൈവിടും. പക്ഷെ നമ്മൾ കൈവിടാതിരിക്കണം, ദൈവത്തിൻ്റെ കയ്യിലായിരിക്കണം. ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുമെങ്കിൽ ദൈവം കൈവിട മുറുകെ തന്നെ പിടിക്കും. ഇന്ന് കൈവിടാനല്ല പറയുന്നത്, മുറുകെ പിടിക്കാനാണ്.
ഇന്ന് നിങ്ങൾ കൈവിട്ട് കളയരുത്. ഈ കിട്ടിയ വചനത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ ഏകാന്ത ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഒരു റൂമിനകത്ത് കിടന്നിട്ട് എഴിക്കാൻ വയ്യ, പിടിക്കാൻ വയ്യ, അയ്യോ എന്ന് ആരെ നോക്കി പ്രതീക്ഷയോട് കിടക്കരുത്. മക്കൾ വന്ന് വിടി, ഭാര്യ പിടിയെന്ന് പറയരുത്. യേശുവിന്റെ മുഖത്ത് നോക്കി ചാടി എഴിക്കണം അപ്പച്ച. അല്ലാതെ എല്ലാവരും വാരി തന്ന വായും തുറന്നിരിക്കരുത്, എടുത്തോണ്ട് വെച്ച് കഴിക്കണം. അതാണ് കൃപ. യേശു കൂടെ ഉള്ള അങ്ങനെ ചെയ്യും. വീഴുന്ന ഇപ്പം വീഴും, ഞാൻ മൂട്ടി പോരെന്ന് പറയാം, അങ്ങ് വീഴും, വീട്ട് അവിടെ കിടക്കട്ട്, ആ ചിന്ത വരല്. വീഴുന്നാലും താങ്ങുന്നൊരു ദൈവം. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കയ്യിൽ പിടിച്ചെടുക്കാം. മനസ്സുകൊണ്ട് വീണ് പോകുമെന്ന് പറഞ്ഞാൽ വീണ് പോകും. ഹാലേ, ദൈവ ചിലതിനൊക്കെ പണിയാണ്, ചിലതിനൊക്കെ പണിയാണ്. ഇന്ന് പകൽക്കാല പണിയാണ്. ഒരു യേശാവ് അനുസരണ ഇല്ലാതെ അപ്പന് ഇഷ്ടമില്ലാത്ത സംബന്ധം കഴിച്ചവൻ ശപിക്കപ്പെട്ടവനായി മാറുമ്പോ, ഒരു മോൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുമ്പോ, ശപിക്കപ്പെട്ടവനായി ചെന്ന് കല്യാണം കഴിച്ചു, അപ്പൻ ഇഷ്ടമില്ലാത്ത കുടുംബത്തിൽ ചെന്ന് കല്യാണം കഴിച്ചു, ശപിക്കപ്പെട്ടവനായി മാറുമ്പോ അടുത്ത ദൈവം പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ ഇരിക്കത്തില്ലടാ, ഞാൻ അനുസരിക്കുന്ന മോന്റെ കൂടെ ഇരിക്കുന്നത് യാക്കോബിന്റെ കൂടെയാ. നീ ഒറ്റയ്ക്കല്ല, അനുസരിക്കുന്നവന്റെ കൂടെയാണ്. ആമേ, ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, മോനെ പോ. അമ്മയുടെ വാക്ക് കേട്ടു, അപ്പന്റെ അനുഗ്രഹത്തോടെ ഇറങ്ങി. ആമേ, ഹല്ലേലൂയ, സ്തോത്രത്തോടെ ഇറങ്ങി. യാത്രയിൽ നിനക്ക് വേണ്ടി തലങ്ങണ എടുത്തു എന്ന ദൈവം മറക്കരുത്. തലങ്ങണ എടുത്തു തന്ന ദൈവത്തെ മറക്കരുത്. ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി നീ മറക്കരുത്. നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ കൂടെ ഇരിക്കും. ദൈവം നിന്നെ ബലപ്പെടുത്തും, ദൈവം ശക്തിപ്പെടുത്തും. അത് പറയുന്നു, തിരിച്ചു പറയുക, ആമേ, അരുളിച്ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് 16-ാമത്തെ വാക്യം, ഉറക്കമുണർന്നു. ഉറക്കം പലരും കേൾക്കുമ്പോഴാണ് ഉറക്കം ഉണർന്നു. അനുഗ്രഹത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് നിൽക്കാം. ഉറക്കം ഉണർന്നു. ദൈവം ഇടപെടുകയാണ്, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് നിങ്ങളുടെ പറഞ്ഞ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഞാനിവിടെ ഉണ്ട്. ദൈവസഭയിലൊക്കെ പറയുക, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഈ ദൈവത്തെ നിസ്സാരമായിട്ട് കാണരുത്. ദൈവസനിൽ വന്ന് നിസ്സാരമായിട്ട് കാണരുത്. ഈ വചനം കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് കേൾക്കുന്ന പൊട്ടര പോലെ ഇരിക്കരുത്, അലസ്യമായി ഇരിക്കരുത്. ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ പവറും അനുഗ്രഹവും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ദൈവം നമ്മളെ സൂക്ഷിച്ചത് കൊണ്ടാ ഇന്ന് നമുക്കറിയാം എത്രയോ പേർ ഈ ലോകത്ത് നീക്കപ്പെട്ടു പോയി. നമ്മളെ വയനാട് തന്നെ എന്തുമാത്രം ജനങ്ങൾ നിലവിളിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഞെട്ടി വിറച്ച് നിൽക്കുമ്പോൾ വയനാട് സമാധാനം ഉണ്ടാക്കുവാൻ, ദൈവം നമ്മൾ ഓരോരുത്തരെ സൂക്ഷിക്കുവാൻ, ഈ ഭൂമിയെ സൂക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കുവാൻ, നമ്മുടെ തലമുറ സൂക്ഷിക്കുവാൻ, ദൈവം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ഒരു ദൈവ പൈതലായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അപ്പൻ്റെ മകനായി അനുസരിക്കുന്ന, വിളിച്ച ഇങ്ങോട്ട് വരുന്നൊരു യാക്കോബായിരിക്കണം. ആമേ, ഹല്ലേലൂയ. അനുസരിക്കുന്ന, ദൈവത്തിന് എപ്പോഴും അനുസരണമുള്ള മക്കളാ. അപ്പൻ പറഞ്ഞ് ചെയ്യല്ലെന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അവനെ തള്ളി, പക്ഷെ അനുസരിക്കുന്നവനെ ചേർത്ത് പിടിച്ചു. ആമേ, അനുസരിക്കുന്നവനെ ദൈവം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നമുക്ക് ആ ദൈവത്തെ ഒന്ന് കണ്ണടയ്ക്കാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ ഹൃദയത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് കേട്ട വചനം പലരെ ക്രിയ ചെയ്തതിനായി സ്തോത്രം. എൻ്റെ കൂടെ നിന്ന് സഹോദരൻ അനുഗ്രഹിക്കണം. ഇന്ന് ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും കർത്താവേ, യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാട് സകലവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കണം. അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരിലും കയറാൻ അനുവദിക്കരുത്. ഇതൊരു വലിയൊരു അനുഗ്രഹമായി തീരണം. യാത്ര ചെയ്യുന്നവരുടെ മേൽ സംരക്ഷണം ഉണ്ടാവണം, പ്രതികൂലങ്ങൾ മാറണം. ദൈവമേ, തൻ്റെ മക്കൾ യാത്ര ചെയ്യുമ്പോൾ അപ്പൻ കൂടെ ഇരിക്കണം. സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളായിരിക്കും എൻ്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ഞങ്ങളെ ശുചിത്വപരനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ആരംഭിക്കുന്ന ബിസിനസ് മേഖല അത്ഭുതങ്ങൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവമക്കളെ ഭവനങ്ങളുടെ മേൽ ദൈവം സംരക്ഷിക്കണം. ഇന്ന് സകലരുടെ മേൽ അനുഗ്രഹിക്കണം. ഈ കേട്ട വചനം കർത്താവേ, എവിടെയെങ്കിലും ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിച്ച്, അവിടുത്തെ രക്തത്തിൽ കഴുകി ക്ഷമിച്ച് സകലത്തിനു മേൽ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിൽ നിർത്തണം. എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ വചനം എല്ലാവരെയും ഉത്ബോധമുള്ളവരായിരിക്കാൻ, ഒറ്റയ്ക്കല്ല, എൻ്റെ യേശു പറയും, ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ ഞാൻ ഇരിക്കും, നിൻ്റെ കരം പിടിക്കും. ഈ ദൈവം ഈ മാസങ്ങളിൽ വലിയൊരു അനുഗ്രഹമായി മാറുവാൻ, നിങ്ങൾ അനുഗ്രഹം എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കിടപ്പുണ്ടോ?
ശത്രു എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ എല്ലാം വിടുതലായി തീരാൻ പോകുന്നു. ചില ഭൂമി സംബന്ധമായി വിടുതൽ സംഭവിക്കുന്നുണ്ട്, ചില വസ്തുവിന്മേൽ സംഭവിക്കുന്നുണ്ട്, ചില നന്മകൾ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, ചില എല്ലാം നന്മ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. എല്ലാം മുഴുമകത്വം ഞാൻ യേശുവിടുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.